ഒരു സിനിമ എടുക്കാനുള്ള കഥയുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം. ഞാനൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ്, അല്ലാതെ ഞാൻ മക്കളെ മറ്റേ താരമൂല്യം പറഞ്ഞ് എവിടെയും പോയിട്ടില്ല. ഞാൻ ഇപ്പം വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരികി കൊടുക്കരുത് അൻസിബാന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ കുട്ടി ഒരു വില്ലത്തിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ ഷൂട്ട് ചെയ്ത രംഗങ്ങളടക്കം പറഞ്ഞ ശബ്ദങ്ങളടക്കം എങ്ങനെയാണ് ഈ പുറത്തു പോയത്? പെണ്ണുങ്ങളെ കൊണ്ടാണ് ഇവിടെ ഇരിക്കപ്രതിയില്ലാത്തത്. രാഷ്ട്രീയത്തിലായാലും സിനിമാ രംഗത്തായാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? സ്ത്രീകളാണ് സ്ത്രീകൾക്ക് സംരക്ഷകരായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് WCC തുടങ്ങിയത്. അവർക്ക് മതിയായെന്ന് തോന്നി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്കെല്ലാം എന്താണെന്നറിയോ, അധികാരം, എന്തോ ഒരു കസേര വേണം എവിടെങ്കിലും. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സുകുമാരൻ്റെ ഐഡിയയിൽ വന്ന സംഭവമാണ്. പറഞ്ഞു കേട്ടതൊന്നും മല്ലിക സുകുമാരൻ മാത്രമേ ഉള്ളൂ മറ്റേ ചെമ്പിക്കേറി അല്ല, അവിടെ ബോട്ടും ഒക്കെ വന്നു. എനിക്കറിയാം ആദ്യം മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി എന്നെയാണ്. അത് ഇപ്പോഴല്ല, പണ്ടും. നമുക്കൊപ്പം ചേരുന്നത് മല്ലിക സുകുമാരനാണ്. സ്വാഗതം. സുസ്വാഗതം. സ്വന്തം കർമ്മ മേഖലയിൽ നൂറ്റാണ്ടുകാലം നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മല്ലിക വസന്തം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ 50 വർഷം ആഘോഷിച്ച ആ പരിപാടിയിൽ മക്കൾ തന്നെ അത് പറയുന്നതും കേട്ടു. അപ്പം ആ മക്കളുടെ മുന്നിലിരുന്ന് അത് കേൾക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു സന്തോഷവും വേറെ ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് എനിക്ക് അന്നേരം അവർ പറഞ്ഞ കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. കാരണം 51 വർഷമായി അപ്പോഴും ആ പരിപാടി നടക്കുമ്പോൾ. എനിക്ക് ആദ്യമായിട്ടൊരു സ്വീകരണം തരുന്നത് ഈ കേരളത്തിലെ മീഡിയയാണ്. എല്ലാവരും വന്നു, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വന്നു. ചലച്ചിത്ര മേഖലയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിൽ. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്നാണ് ഇവർ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രൂപ്പ്. അപ്പോൾ അതെല്ലാവരും ചോദിച്ചു, ചേച്ചി ഞാൻ എനിക്ക് അതാണ് ഏറ്റവും അഭിമാനം. ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ചേച്ചിയുടെ 51 വർഷത്തെ സേവനം ഓർത്ത് എനിക്കൊരു അംഗീകാരം നൽകി ആദ്യമായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് മാധ്യമങ്ങളോടാണ്. ഈ മാധ്യമ രംഗത്തുള്ളവരെല്ലാം കൂടെ ചേർന്ന് ചേച്ചിക്ക് ഒരു സ്വീകരണം തന്നപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് എല്ലാം അറിയാം എനിക്ക് അതിന് സത്യം പറഞ്ഞാൽ നിങ്ങളടക്കമുള്ളവരോട് നന്ദി പറയും. എന്നെ മല്ലികാമ്മയെന്നാണ് പലരും വിളിക്കുന്നത്. എനിക്കത് വലിയൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് ശരി, അല്ലാതെ പുറത്തുള്ളവരിപ്പോൾ മല്ലികയെന്നോ അതൊക്കെ പറയാം. പക്ഷേ മാധ്യമ മല്ലികാമ്മ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥാനം, എവിടെയോ അവരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം തന്നിട്ടുണ്ടെന്നുള്ളത് അത് തന്നെ ഒരു വലിയ വിശ്വാസം. കൈനിക്കരയിലെ മോഹമല്ലികയെന്ന് 50 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അതെ, അത് കൈനിക്കരയിലെ മോഹമല്ലിക എന്നുള്ളത് കൈനിക്കരയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അച്ഛനോട് തന്നെ. ഞാൻ മാത്രമല്ല കേട്ടോ, മൂത്ത ചേച്ചി, ചേട്ടൻ സഹോദരൻ അമേരിക്കയിൽ ഡോക്ടറൊക്കെ നിങ്ങളൊക്കെ അറിയും, ഡോക്ടർ എം. പിള്ള. ചേച്ചി അതിന് തൊട്ടടുത്തത് പ്രേമചന്ദ്രിക എന്നാണ്, അതിൻ്റെ അടുത്ത് രാഗലതിക, മോഹമല്ലിക. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ സോപ്പിട്ട് ഇന്ദിരന്ന് കൊച്ചു ഭാവയറ്റ. പക്ഷേ ഇനി ഞങ്ങൾ ഈ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങാൻ പോകാം. അപ്പോൾ ഞങ്ങൾ ഈ ഭർത്താവിൻ്റെയും കൂടെ പേര് ചേർത്തിട്ട് ഈ പ്രേമവും രാഗവും മോഹവും ഒക്കെ കഴിഞ്ഞല്ല അച്ഛാ, ഇനിയിപ്പോൾ ജീവിതത്തിൽ സീരിയസോട്ട് കടക്കാനുള്ളൊരു ഇതാണ്. നമുക്ക് പ്രായമായി. അപ്പോൾ അച്ഛൻ മൊത്തം പേര് മാറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. അതിൽ പണ്ട് സുഖോട്ടം പറഞ്ഞ പോലെ അച്ഛനും പറഞ്ഞത്, എന്ത് വേണം ചെയ്യുക, മൊത്തം പേര് മാറ്റണമെങ്കിലും അറിയാം. അതല്ല, ഇങ്ങനെ ചേച്ചി ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, ചേച്ചി എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഈ കർത്ത സുകുമാര കർത്ത MG കോളേജിൽ ഫിസിക്സിൻ്റെ ജോഡിയായിരുന്നു. ചേട്ടൻ എഴുതിയ പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ICSE സിലബസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കൊക്കെ. അപ്പോൾ മല്ലിക സുകുമാരൻ, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ആ ഒരു പേരിലാണ് പലയിടത്തും ലെറ്റർ ഹെഡും ഒക്കെ അങ്ങനെ ആക്കി. പിന്നെ അപ്പോൾ അതങ്ങനെയാണ് ഈ പേരുകളിൽ നിന്ന് ഞങ്ങൾ മോചിതരായി. അല്ലെങ്കിൽ വല്ലവരും കാണുമ്പം മോഹമല്ലികേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നതുമൊക്കെ. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു പ്രേമവും രാഗവും മോഹം കട്ട് ചെയ്തു. സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു വിളിക്കുക. കൊള്ളാം. സ്കൂളിലും കോളേജിലും വിമൻസ് കോളേജിലും ഒക്കെ അതെ. ഞാൻ ഇലക്ഷനൊക്കെ നിൽക്കുന്ന സമയത്ത് അതെ, മോഹമല്ലിക എന്നാണ്. അപ്പോൾ ഒരു 40-35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് മോഹമല്ലിക എന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് മാറ്റി ഇങ്ങനെ ആക്കി എടുത്തതാണ്. മല്ലികമ്മയോട് സംസാരിക്കുന്ന സമയത്തെ ഉച്ചാരണം ഭയങ്കര ശുദ്ധിയാണ്. ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛൻ തന്നെയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം പ്രസൻറ്റേഷന് പോകും. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ വള്ളത്തോളിൻ്റെയും വൈലോപ്പിള്ളിയുടെയൊക്കെ കവിതകളൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ, മഹാത്മാഗാന്ധിജിയെ പറ്റി അത് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ വന്നിരുന്ന് പറയും, ഒന്ന് ചൊല്ലിക്കേ, നാളെ അല്ലേ അതിൻ്റെ മത്സരം എന്ന് പറയും. എന്തെങ്കിലും നമുക്ക് ഭാര്യ, ഇപ്പോൾ പല ആങ്കർമാരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നൊക്കെ പറയാറുണ്ട്. വിദ്യാഭ്യാസം, ഇടയ്ക്ക് എൻ്റെ കൊച്ചിയിലെ എൻ്റെ മക്കളൊക്കെ അവിടെ മദ്രാസിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ വിദ്യാഭ്യാസമൊക്കെ. അപ്പോൾ അവസാനം നമ്മൾ തന്നെ പറഞ്ഞു അന്ന്, പക്ഷേ അവിടെ മലയാളം അല്ലായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് തമിഴ് പഠിക്കണം. പക്ഷേ അതുകൊണ്ട് തമിഴ് കുറച്ച്, ഹിന്ദിയും 2 പേരും ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ. പിന്നീട് ഞാൻ കാണുന്നത് എൻ്റെ ജ്യേഷ്ഠൻ. അയ്യോ, ഇത്രയും വലിയ, ഇന്നിപ്പോൾ WHO ഓങ്കോളജി കൺസൾട്ടൻറ്റ് വരെയാണ് ചേട്ടൻ. അപ്പോൾ ഇത്രയും വലിയൊരു പദവിയിൽ 10-35 വർഷത്തോളമായിട്ട് അമേരിക്കയിൽ ഇരുന്നാലും
അറിയാം എല്ലാവർക്കും, അവിടെ എല്ലാവർക്കും അറിയാം. നാട്ടിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് നിവൃത്തിയുണ്ട് ഉപയോഗിക്കത്തില്ല. അത് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാനൊരു ഇംഗ്ലീഷ് വാചകം കോട്ട് ചെയ്യുന്നതല്ലാതെ എങ്ങനെ സംസാരിക്കണം, മലയാള ഭാഷയെ എങ്ങനെ സ്നേഹിക്കണം, അതിൻ്റെ ഉച്ചാരണ ശുദ്ധി, അതൊക്കെ ചേട്ടനിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഒരു മാതൃകയായി കാണുന്നത്. എൻ്റെ ചേട്ടനെ തന്നെയാണ്. മലയാള ഭാഷയിലെ പുസ്തകങ്ങൾ ഏത് ചോദിച്ചാലും എനിക്ക് തോന്നുന്നു ഒരു 90% ചേട്ടൻ്റെ ലൈബ്രറിക്കകത്തുണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിരിക്കുന്നത് കേട്ടോ, അത് നല്ല പുസ്തകം, അത് വായിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മളെടുത്ത് അത് തന്നെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസം തീരത്തില്ല. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഉറക്കം വരും. ഇങ്ങനെയൊക്കെയാണ്. ചേട്ടൻ അങ്ങനെയല്ല. അത് രാജുവിനും ഉണ്ട് കേട്ടോ സ്വഭാവം. ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയാൽ അതവന് അതുപോലെ താല്പര്യപൂർവ്വം വാങ്ങിച്ചൊരു പുസ്തകമാണെങ്കിൽ അത് തീർക്കുന്നുള്ള വരെ രാജുവിനും ഉറക്കം വരത്തില്ല. ഹായ് ചേട്ടാ, ഹൗ ആർ യു ചേട്ടാ, സമ്മതിക്കരുത്. മലയാള ചാനൽ മലയാള ഭാഷ പറയണം. അതുകൊണ്ടാണല്ലോ സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്നവർക്ക് ഇപ്പം നല്ല നടിക്കുള്ള അവാർഡ് കൊടുക്കുന്നതിൽ ഒരു പ്രിഫറൻസാണ്. നന്നായിട്ട് മലയാളം സ്വന്തമായിട്ട് സംസാരിച്ചു, അല്ലാതെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് ഡബ് ചെയ്തവർക്ക് പിന്നെ പരിഗണിക്കുള്ളൂ, വേറെ ഒന്നും പടം ഇല്ലെങ്കിൽ. അത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മലയാളം ചാനൽ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിന് തന്നെ ഫോക്കസ് ചെയ്ത് പോകണം. അല്ലാതെ അതിനകത്ത് കയറി പാതി ഇംഗ്ലീഷും പാതി ഹിന്ദിയും എല്ലാം കൂടെ നമ്മുടെ ഒരു എന്താ പറയുക മിടുക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൗന്ദര്യമോ അതൊന്നും അല്ല ആങ്കറിങ് എന്ന് പറഞ്ഞാൽ. അല്ലേ, ആങ്കറിങ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോൾഡായിട്ട്, മലയാളമെങ്കിൽ മലയാളം, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് അദ്ദേഹം മനസ്സിലാവുള്ളൂ. അതിനെന്താ തെറ്റ്? ഈ അടുത്ത കാലത്ത് നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ശരിക്കും മലയാളം എന്താണ്, ഇതൊക്കെയാണോ ഒരു കുറ്റം? ഞാനായിട്ട് തുറന്ന് പറയാം കേട്ടോ. അദ്ദേഹം എന്താ ഇവിടെ കേരളത്തിൽ കിടന്ന് ഇവിടുത്തെ പ്രൈമറി സ്കൂളിൽ പഠിച്ചാളാണ്. മലയാളം എത്ര നന്നായിട്ട് ഇത്രയെങ്കിലും പഠിച്ച് പറയുന്നല്ലോ അദ്ദേഹം. അതെന്താ ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ? പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അതിനകത്ത് വയോജന വകുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യം വയോജന വകുപ്പായിരുന്നു. കാരണം വയോജനങ്ങളെയാണ് എല്ലായിടത്തുനിന്നും തള്ളി നിർത്തുന്നത്, ഞങ്ങളുടെ താരസംഘടന വരെ. ഇനിയിപ്പോൾ എന്താണെന്നറിയാൻ വയ്യ, നാളെ എന്തോ ഒരു ഭയങ്കര എക്സിക്യൂട്ടീവ് നടക്കാൻ പോകുന്നു, അതിലെല്ലാം കൂടെ ആടിച്ച് വാർത്ത ശരിയാക്കും എന്നൊക്കെ പറയുന്നെങ്കിലും എനിക്കറിയാം ആദ്യം മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് ഇപ്പോഴല്ല, പണ്ടും മാറ്റി നിർത്തും. എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ സുഖിപ്പിക്കാൻ വേണ്ടി വർത്താനം. എനിക്കത് ഒരു വശമില്ല സത്യം, അത് എല്ലാവർക്കും അറിയാം കേട്ടോ. അവിടെയുള്ള വിവരവും വിജ്ഞാനവും ഉള്ളവർക്കറിയാം, മല്ലി ചേച്ചി ഉള്ളത് പറയുന്നത്. പക്ഷേ അതിനകത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഒരു പ്രമുഖനായ രാഷ്ട്രീയ നിരൂപകൻ വരെ വലിയ ചേച്ചി ലൂസ് ടോക്കറാണെന്ന് പറഞ്ഞു. അത് വേറെ അടുത്ത സെക്രട്ടറിക്ക് പോയി, സെക്രട്ടറി അത് അങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് എഴുതി ചാനൽ മുഴുവനും അങ്ങ് സ്ക്രോൾ ചെയ്ത് കാണിക്കുക മല്ലിക സുകുമാരൻ ലൂസ് ടോക്കർന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു യഥാർത്ഥ ലൂസ് ടോക്കേഴ്സ് ആരാണെന്ന് ഭഗവാനെ ഒരവസരം കൊടുക്കണമെന്ന്. ഏതായാലും ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേൾക്കുന്ന സംഭവങ്ങളൊക്കെ ലൂസ് ടോക്കർ ആരാന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോഴും ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ എന്തെങ്കിലും വിവാദങ്ങൾ വരുമ്പോഴോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ള അഭിപ്രായം കൂടെ ചോദിക്കുക എന്നുള്ളൊരു മാന്യത കാണിക്കാറുണ്ട്. ഇല്ല, അഭിപ്രായം തുറന്നു പറയും. അവരിങ്ങനെ വെറുതെ എന്തെങ്കിലും പറയത്തില്ല എന്ന് തോന്നിയാൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് കുറച്ച് കാലങ്ങളായിട്ട് ആ സംഘടനയിലുള്ളത്. നന്നായിട്ടൊക്കെ നടന്നുകൊണ്ട് പോയ സംഘടന നമുക്കറിയാമല്ലോ. മധുസാറിനെ പോലുള്ള എന്തിനാ പറയുക, ഈവൻ ഇന്നസെൻ്റ് ഏട്ടൻ പോലും ചേട്ടാ ഇതാണ് എൻ്റെ സംഭവം, നമുക്കിപ്പോൾ അത് നമുക്ക് ഒപ്പിടാതിരിക്കാനും ഒക്കത്തില്ല. എഗ്രിമെൻറ്റ് രാജുവിൻ്റെയൊക്കെ കേസ് വന്നപ്പോൾ ഞാനല്ലേ നേരിട്ടെന്ന്. അദ്ദേഹം ഊട്ടിയിൽ ഷൂട്ടിങ്ങാണ്, ചേട്ടാ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നു. പുള്ളിയുടെ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പൃഥ്വി. അപ്പോൾ അത് പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ അതിങ്ങോട്ട് വന്നപ്പം അവനോടെന്തോന്നോ 2-3 അവിടെ അഭിനയിച്ച് അവനോടെന്തോ ഇത്ര വലിയ ദേഷ്യം അതല്ല. അപ്പോൾ പണ്ടവൻ്റെ അച്ഛനിങ്ങനെ കളിച്ചു എന്നുള്ളത് അത് വളരെ മനസ്സിൽ വരിക. അങ്ങനെ കളിക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരാതി പറയാനുള്ളതും അഭിപ്രായങ്ങൾ രേഖാമൂലം സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനും എനിക്കുമുണ്ട്. അതല്ല ഞാൻ പിന്നെയാന്ന് പറഞ്ഞു, ആരോ ഇപ്പം ബാധിക്കപ്പെട്ടൊരു കുട്ടി പറഞ്ഞു ഞാൻ പറയുന്ന ആളെ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരു കമ്മിറ്റി ഇവിടെ വന്നാൽ ഞാൻ പറയുന്ന ആളെ വെച്ച് ഒരു കമ്മിറ്റി എനിക്ക് ഉണ്ടാക്കി തരണം. കഴിഞ്ഞ് എനിക്ക് കുറേ കാലത്തെ സംഭവങ്ങളോട് പറയാനുണ്ട്. പറഞ്ഞപ്പോഴൊന്നും കേട്ടിട്ടില്ല, അവർ മൈൻഡ് ചെയ്തായിട്ട് കാണിച്ചിട്ടുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത് വെറുതെ ഒരു ഇഷ്യൂ ആക്കേണ്ട. ചേച്ചി പറഞ്ഞത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടും ഉണ്ടാത്തതാട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നല്ല. അത് അവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ കണാകുണാന്ന് വാചകം അടിക്കായിരിക്കും ഈ പറയുന്ന പോലെ. പക്ഷേ പറഞ്ഞതിനകത്തൊന്നും ഒരു നുണയും ഇല്ല എന്നുള്ളത് ഞാൻ തുറന്ന് പറയുക സത്യം. ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നടക്കുന്ന നിങ്ങളിപ്പോൾ വിവാദം എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് ഇങ്ങോട്ട് പോകുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോൾ അടുത്ത എക്സിക്യൂട്ടീവ് വരുന്നു, അതിലെന്തൊക്കെയോ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമെന്നൊക്കെ പറയുന്ന നാളെ മറ്റന്നാളോ കണ്ടാത് എന്തെങ്കിലും ആട്ടെ. എവിടെ നിന്ന് തുടങ്ങിയേ? അതായത് അൻസിബെ വിവാദം എന്ത് വിളിച്ചത്, ജിഹാദി എന്ന് വിളിച്ചു പബ്ലിക്കായിട്ടെന്ന് പറയുന്നു.
പിന്നീട് അതേ അൻസിബ പറഞ്ഞു എന്നോട് നേരിട്ടല്ല, നീനാക്കുറുപ്പ് ചേച്ചി കേട്ടോണ്ട്. ഇതൊക്കെ സത്യമാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പൊന്നുമോളെ നിങ്ങൾ അന്വേഷിക്കണം. അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ ഒരു മെയ് 5-ാം തീയതി വരെ എനിക്ക് വളരെ അടുത്ത് അറിയാം. പലപ്പോഴും ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞാനൊരു മകളെ പോലെ. ഇതൊക്കെയാണോ വലിയ കാര്യം? പിടിക്കുകയല്ലേ ആൾ എതിരില്ലാതെ തിരഞ്ഞെടുത്ത ഒരു കുട്ടി സ്മാർട്ടായിട്ടൊക്കെ നിൽക്കണം. അതൊക്കെ വരും. ഒരു സംഘടനയാകുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം പറയുന്നു, ഇത് വല്ലതും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പിന്നീട് അൻസിബ സംസാരിക്കുന്നുണ്ട്. പഴയ ഞാൻ കണ്ടറിഞ്ഞ, ഞാൻ കേട്ടറിഞ്ഞ അൻസിബയല്ല പിന്നീടുള്ള സംസാര രീതി. വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഒരു റെബൽ ടൈപ്പായി അങ്ങ് അൻസിബ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാലും ടിനി ഇങ്ങനെ ചെയ്തല്ലോ, അയ്യേ എന്തൊരു വൃത്തികേടാ, ടിനിക്ക് എന്തിൻ്റെ സുഖമായിരുന്നു എന്നൊക്കെ എനിക്കും തോന്നി. അപ്പോഴാണ് അടുത്ത ദിവസം ഞാൻ കേൾക്കുന്നത് നേരിട്ടല്ല വിളിച്ചത്, നീനാക്കുറുപ്പ് വിളിച്ചെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഭാഗ്യശ്രീ ഇതാണ്ടല്ലോ മറ്റേ പേരൂർക്കുള്ള ജംഗ്ഷനിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ അതാണോ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ആധാരം? അതൊന്നും അല്ല. അപ്പം അങ്ങനെ അപ്പം ഞാനിത് അന്വേഷിച്ചു. ഞാൻ ഓഫ് കോഴ്സ് ഐ ടോക്ക് ടു പ്രസിഡന്റ്. ഞാൻ ഇപ്പം ശ്വേത എന്തുവാ ശ്വേത ഇതിങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അല്ലേ ചേച്ചി ഒരു മീറ്റിംഗ് കൂടി ഇപ്പോൾ ഞങ്ങൾ സത്യമാണ് ഒരു അമ്പലത്തിൽ നമുക്ക് പെൻഷൻ കൊടുക്കണം, ഇൻഷുറൻസ് കൊടുക്കണം, മരുന്നിൻ്റെ കാശുകൾ അടയ്ക്കണം. അപ്പോൾ കുറച്ചൊരു സാമ്പത്തികമായിട്ട് നല്ല സ്പോൺസേഴ്സിനെ അന്വേഷിച്ചു. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച്, നമ്മളൊക്കെ തീരുമാനിച്ചിട്ടപ്പോഴീ അവരൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്, അവർക്ക് സംഭാവന കൊടുക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അമ്പലത്തിൽ ഈ അടുത്ത കാലത്ത് അൻസിബ പോയത് കണ്ട് ഞാൻ വീഡിയോ പ്രദക്ഷിണം വയ്ക്കുന്നതും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നത് എന്തൊക്കെയോ ആരണ്ടൊക്കെ അയച്ചതും ആക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുക ചെയ്തു, അൻസിബ അമ്പലത്തിൽ പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് ഫംഗ്ഷനായിരിക്കും. അപ്പോൾ അതുവരെയുള്ള നല്ല സ്മൂത്തായിട്ടുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ അല്ല. അപ്പോൾ അതങ്ങനെ അന്നൊരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ഇവർ ഇത്രയും പൈസ തരുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ പേര് വയ്ക്കുന്ന വേണ്ട, ഒരു സെക്യുലർ രാജ്യമാണ് കേരളം, അപ്പം ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കുട്ടി ഒരു വാചകം പറഞ്ഞു, കുടപ്പനക്കുന്ന് രാജീവും മകനും ഈ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലടക്കില്ലായിരുന്നു എന്ന്. കഷ്ടം. എനിക്ക് അവിടെയാണ് അൻസിബയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പോയത്. കുടപ്പനക്കുന്ന് രാജീവിൻ്റെ മെസ്സേജ് അൻസിബയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അൻസിബ എന്നോട് പറയട്ടെ. അപ്പോൾ ഈ കുട്ടിക്ക് അന്നുള്ളത് ആദ്യത്തെ മീറ്റിങ്ങിൽ ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദ്യം, അങ്ങനെ ചോദിക്കാൻ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്വേതയ്ക്ക് പറയാറുന്നില്ലേ, അങ്ങനെ അവർക്ക് മാത്രം വേണ്ട, നമ്മളെ സഹായിക്കുന്ന എല്ലാവർക്കുമൊക്കെ സ്റ്റാൻഡീസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. അല്ല, പക്ഷേ അവരെ അവോയ്ഡ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഈ കുട്ടിയാണ് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത്, മതപരമായിട്ടുള്ള ഒരുത്തൻ്റെയും ഡിസ്പ്ലേ അവിടെ വരാൻ ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, അത് പറയാൻ എന്ത് വികാരമാണ് അൻസിബയ്ക്ക് തോന്നിയത്? അൻസിബയ്ക്ക് ഹിന്ദുക്കളോട് ഒരു വിരോധവും ഇല്ലല്ലോ. അതേ അമ്പലത്തിൽ അൻസിബ പോയിട്ടുണ്ട്. പരിപാടിക്കാണോ ചുമ്മാ തൊഴാൻ പോയത് എനിക്കറിയത്തില്ല, പോയിട്ടുണ്ട്. പ്രത്യേകമായിട്ടൊരു ജാതീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ടിനിക്ക് തോന്നിയെങ്കിൽ ടിനി അതിന് സമാധാനം പറയണം. അപ്പോൾ എല്ലാവരും ഞാൻ ചോദിച്ചു വരുമ്പോൾ അവിടെ വെച്ചൊന്നും ഞങ്ങളാരും കേട്ടില്ല ജിഹാദി എന്ന് വിളിക്കുന്നത് എന്ന് ബാക്കിയുള്ളവർ. അപ്പം ഞങ്ങൾക്കെല്ലാം ഈ പുറത്ത് നിൽക്കുന്നവർക്ക് കേൾവിയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും അൻസിബയോട് നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ നമ്മുടെ എന്താ പറയുക, തെളിവ് അന്വേഷിക്കാൻ നടക്കുന്ന ആളുമല്ല. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് നീ റെക്കോർഡ് ചെയ്ത് വോയിസ് മെസ്സേജ് അയച്ചോട്ടെ, ഉടനെ ഇത് ചുരുട്ടി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയക്കുക. അത് കുക്കു പരമേശ്വരൻ അൻസിബയ്ക്ക് അയക്കുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് അയക്കുന്നു, നീനാക്കുറുപ്പിനെ കേൾപ്പിക്കുന്നു, നീനാക്കുറുപ്പ് അൻസിബയ്ക്ക് അയക്കുന്നു. ഇതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ തെറ്റുകാരാരാണ് അവിടെ? ഈ സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇതെല്ലാം കൂടെ അൻസിബയ്ക്ക് എത്തിച്ചു കൊടുത്തവർക്ക് കാര്യമായ പങ്കില്ലേ ഈ വഴക്കിന്? ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത് അവരെയാണ്. ഞാനതിനെ പറയുള്ളൂ. എല്ലാവരെയും പുറത്താക്കണം എന്നുള്ളത് അത് ശരി. പക്ഷേ തെറ്റ് ചെയ്തവരെ സ്പെസിഫിക്കായിട്ട് പറയാനുള്ള ധൈര്യം ആ സംഘടനയിലുള്ള മുതിർന്ന താരങ്ങൾ കാണിക്കണം. ഇല്ലെങ്കിൽ നാളെ വന്നിരിക്കുന്നവർ ഇതേ തെറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ മുസ്ലിം ഡോമിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഭരിക്കുന്ന ഒരു നാടാണ് ഖത്തർ. 10-11 വർഷം ഞാൻ ജീവിച്ചയാളാണ്. എന്നെ ഒരാളും, എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് എല്ലാവരും പറയും, ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് പൊട്ടുണ്ടോ കുറിയുണ്ടോ എന്നൊന്നും അവരാരും നോക്കിയിട്ടില്ലേ ദൈവമേ. എനിക്ക് ഹോട്ടൽ ബിസിനസ്സായിരുന്നു. അവിടെ 1 ബ്രാഞ്ച് തുടങ്ങി, 2 ബ്രാഞ്ച് തുടങ്ങി, പിന്നെ എനിക്ക് 7 എണ്ണമായി. ബാക്കി 5ഉം തന്നത് ഈ ഷെയ്ഖ് ഫൈസലാണ്. അപ്പോൾ അങ്ങനൊരു നാട്ടിൽ 8-10 കൊല്ലം ജീവിച്ച ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ അമ്പലംകാർ 75 ലക്ഷം രൂപ തരും, പക്ഷേ അവരുടെ പേരെവിടെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞെന്നോ ഏതാണ്ടോ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. ആ കുട്ടിയുടെ ഉള്ളിൽ തോന്നിയ ആശയം ശരിയായിരിക്കാം, മതനിരപേക്ഷത, സെക്യുലറിസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് അമ്മയിൽ മാത്രമാണോ ഈ മതനിരപേക്ഷത പറയേണ്ടത്?
ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എത്രയോ തിരുമേനിമാരെ എനിക്കറിയാം. നമ്മൾ അവരുടെ അരമനയിൽ ചെന്ന് ഇപ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല തിരുമേനി ഇന്ന് വരത്തില്ല, അല്ലെ ഇന്നടത്ത് പോയാൽ അവിടെ അവിടെ ഉണ്ട്, അരമനയിലുണ്ട് എന്ന് പറയാം. നമ്മൾ പോവും. എത്ര പാവങ്ങൾക്ക് അവർ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നു, അത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതിൽ എത്ര ഹിന്ദുക്കളുണ്ടെന്ന് അവർ ചോദിക്കുന്നുണ്ട്. മലപ്പുറത്ത് ഇപ്പം പറയുമ്പോൾ അങ്ങ് തീവ്രത അതൊക്കെ അങ്ങ് പറയുമെങ്കിലും പാണക്കാട് ശിഹാബ് തങ്ങൾ സാഹിബുള്ള കാലം തൊട്ട് ഞാൻ പറയുകയാണ്, അവിടെ ചെന്നാൽ എങ്ങനെ ഒരു പെരുന്നാൾ വരുമ്പോൾ ചെല്ലുന്നവനെല്ലാം ആഹാരമാണ് അങ്ങ് ഉണ്ടാക്കി അങ്ങ് വെച്ചിരിക്കുക. അങ്ങനെ ഒരു കാലത്ത് എനിക്ക് വൈകിട്ട് ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞതാണ്, ഇമ്പിച്ചു അദ്ദേഹമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അയ്യോ, ഒരു കയ്യും കണക്കും ഇല്ലാതെ വരുന്നവനും പോകുന്നവനും എല്ലാം കയറി കഴിക്കാൻ ഹോട്ടലിൽ കയറുന്ന പോലെ ഒരുത്തരും ചോദിക്കത്തില്ല നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന്. വിശന്ന് ചെല്ലുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അവിടെ അവർ ചോദിച്ചിട്ടില്ലല്ലോ ഹിന്ദുക്കളാരും ഇങ്ങോട്ട് കയറണമെന്ന് ഗേറ്റിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചേരെ എന്ന് പറയാറുണ്ടോ? സമ്മതിക്കരുത്. ഇതങ്ങനെ ഒരു മതം പറഞ്ഞ ആളാവുന്ന ആൾക്കാരുടെ സംഘടനയല്ല. ഞാൻ എൻ്റെ ഒരു പടം ഇറങ്ങി, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഒരു പടം ഇറങ്ങി, ഈ പടം ഹിന്ദുക്കൾ മാത്രം കണ്ടാൽ മതി. ഒരു താരം ഇവിടെ പറയട്ടെ, ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ, ഞങ്ങളുടെ മക്കൾ അത് വരുന്നേ ഉള്ളൂ, സൂപ്പർ താരങ്ങൾ പറയും. പിന്നെ എൻ്റെ പടം കാണാനായിട്ട് ഞാൻ അമ്പലവിശ്വാസിയാണ്, ഹിന്ദുക്കളും കാണട്ടെ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കാണണ്ട എന്നൊരു സിനിമാ നടന് പറയാൻ പറ്റുമോ മോളെ? എന്താണ് ഇവരൊക്കെ അത് ഓർക്കാത്തത്? ഈ പറഞ്ഞ വാചടിക്കുന്നത്. പിന്നെ വേറൊന്ന്, ഞാനിപ്പം ഇതുവരെ ഇല്ലാത്തൊരു കാര്യം എനിക്ക് വളരെ സങ്കടകരമായൊരു കാര്യമുള്ളത് ഞാനത് പറയാനിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിലായി ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ആ കുട്ടി ഞാൻ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഇതുവരെയും ഞാനൊരു ചാനലിലും പറഞ്ഞിട്ടുമില്ല. ആ എഴുത്ത് കണ്ടാൽ കരഞ്ഞു പോകും നമ്മൾ. നോക്കുമ്പം അമ്മ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് താമസിക്കുന്നു. കഴിഞ്ഞ പേര് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. പിന്നെ ഞാൻ 1-2 വർഷമായിട്ട് അമ്മയുടെ ഇൻ്റർവ്യൂ എല്ലാം കാണാറുണ്ട്. എന്ത് വേണമെങ്കിൽ കമൻസ് വന്നോട്ടെ, അമ്മ അത് പ്രശ്നമാക്കരുത്. കാരണം അമ്മയുടെ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ചില പ്രതീക്ഷകൾ, എവിടെയോ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഇതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാണെന്ന് പറയാം. ചലച്ചിത്ര അക്കാദമിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. എന്നോടൊപ്പം ഇതേ ദുഃഖം അനുഭവിച്ച മറ്റൊരു സ്ത്രീയുണ്ട്, അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ ദുരനുഭവം ഇന്ന് അമ്മയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കുക്കു പരമേശ്വരിൽ നിന്നും ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പണ്ടെന്തോ ഒരു സംഭവം ഇങ്ങനൊരു അത് ഞാൻ കണ്ടിട്ടുണ്ട് അന്നത്തെ ന്യൂസിലൊക്കെ. എന്തോ ഒരു ഈ എല്ലാ ദിവസവും ഫെസ്റ്റിവലിൻ്റെ ഒരു മുഖാമുഖം പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ എന്തോ നടന്നത്. പക്ഷേ എനിക്കത് എന്താണെന്നത് വ്യക്തമല്ലായിരുന്നു. ഇത് നീണ്ട കഥ പോലെ ഈ കുട്ടി എഴുതുകയാണ്. ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വേറൊരു സ്ത്രീയെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താണ് അമ്മ ഇതൊക്കെ? ഞാൻ എൻ്റെ ഭർത്താവില്ലാതെ ഒരു 6 വയസ്സുള്ള കുഞ്ഞു എൻ്റെ അമ്മയായിട്ട് ഞാൻ കഴിയുമായിരുന്നു. സഹികെട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അന്ന് 2 പേരാണ് എന്നെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്ത് നിന്നത്. ഒന്ന് അതിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ രഞ്ജിത്തും, ഒന്ന് പിന്നെ എന്തൊരു ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഒരാളുടെ ഷാജി, അങ്ങനെ എന്തോ ഒരാളുടെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം തുറന്നു പറയാം. അന്നത്തെ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, CMൻ്റെ പോർട്ടലിൽ കിടപ്പുണ്ട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുണ്ട്. നമുക്ക് സങ്കടം വരും ആ കത്ത് വായിച്ചാൽ. ഇപ്പോൾ ആ കുട്ടിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു മോളെ, ഞാൻ അങ്ങനെ ഈ പരാതികളുമായിട്ട് അമ്മ സംഘടനയിൽ നിങ്ങൾ കാണുന്ന പോലെ കുറേ പേരുണ്ട്, ഹാൻഡ് ബാഗും തൂക്കി ഇങ്ങനെ ചുമ്മാ കയറി പോകുന്നവർ. എപ്പോഴുള്ള പരാതി അതാണ് അമ്മയിൽ. വൈകിട്ട് 6 മണിക്ക് ഓഫീസ് അടയ്ക്കില്ല. തോന്നുമ്പോൾ ഓരോരുത്തർ കയറിയിരിക്കുക. വന്ദേ ട്രെയിനിനകത്ത് പിന്നെ ഒരാൾ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ ഒരു 8 മണി അവിടെ എത്താൻ. വന്നിട്ടൊരു ചായ ഇട്ട് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് 5:30 മണിക്ക് പോകുന്ന ക്ലർക്കിനോട് പറയുക. ഞാൻ ചോദിച്ചു, ഇവരെന്തോ പോസ്റ്റ്, അടുക്കളക്കാരിയോ അതോ ടൈപ്പിസ്റ്റോ, എന്താ അവരുടെ ജോലി? അത് നമ്മുടെ അമ്മയുടെ ക്ലർക്ക്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്തുകൊണ്ടാണ് ശ്വേത ശ്രദ്ധിക്കാതെ പോയെന്ന് എനിക്ക് ഇന്നും അജ്ഞാതമാണത്. ഒരു 10 to 5 എന്നൊരു ഓഫീസ് ടൈം വേണ്ടേ? പിന്നെ ഇപ്പം നാളെ ഒരു വലിയ കുടുംബസംഗമം നടക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ താരദേശം നടക്കുന്നു ഒക്കെ പറയുമ്പോൾ തലേ ദിവസം ശരിയാണ്, അവിടെ ഹാളും ഒക്കെ ഉണ്ട്, റിഹേഴ്സൽ അങ്ങനെ. അല്ലാതെ ഒരുത്തിക്ക് ചായ ഇട്ട് കൊടുക്കാനായിട്ട് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ പോകേണ്ട കൊച്ചിനെ അവിടെ പിടിച്ചിരുത്തിരിക്കുക രാത്രി 8 മണി വരെ. അതും കഴിഞ്ഞ് ആരാണ്ടടയിലൊക്കെ സെക്യൂരിറ്റിയുടെ ആയിരിക്കും താക്കോല്. 10 മണി 11 മണി 12 മണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കയറിപ്പോവുക. ഇതെന്താണിത്? എന്നാൽ പിന്നെ അമ്മ ഹോട്ടലിൽ നിന്ന് എഴുന്നള്ളിയാലും നല്ലത്. ഈ അവശതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ട്, ഒരു താങ്ങെന്നുള്ള നിലയിലാണല്ലോ അമ്മ നല്ല അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിനു മുമ്പ് തുടങ്ങിയത്. ഇവർ വന്നതിന് ശേഷം അവശതയ്ക്ക് കൊടുത്തൊന്നുമല്ല. ഇതിന് മുമ്പത്തെ ഭരണസമിതി മോഹൻലാൽ അടക്കമുള്ളവർ ഒരുപാട് പേരുടെ പേരുകൾ നിൽക്കുമ്പോൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മരുന്നിന്, കാലിലിടുന്ന തൈലത്തിന്, വീട്ടിൻ്റെ വാടക,
ഇതിനെല്ലാം ആവശ്യമുള്ള എത്രയോ പേര് അതിനകത്ത് കിടക്കുന്നു. അപ്പോൾ അതിലൊരാളിൻ്റെ അവസരം കളഞ്ഞിട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറയും. എനിക്ക് വേണമെന്ന് പറഞ്ഞു കിട്ടേനെ. ഇവിടെ കൂടെ ഗൾഫിൽ ഷോയ്ക്ക് പോവുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നവർക്കെല്ലാം അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അതാണ് എന്തുകൊണ്ടാണ് അതിനൊരു പ്രോമിനൻസ് ഇല്ലാതെ പോകുന്നത്. ഈ അടി കാരണമാണ്. അവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അർഹതപ്പെട്ട പലർക്കും അതൊരു വലിയ ആശ്വാസമാണ്. ഞാനത് പറയുകയും ചെയ്തു. ശ്വേതയ്ക്ക് അങ്ങനത്തെ ഐഡിയാസൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ശ്വേത പറഞ്ഞതുമാണ് ഇന്ന് കൂട്ടണം ഈ എമൗണ്ട് എന്നൊക്കെ. സത്യം അല്ല, അതിനൊക്കെ ആയിരിക്കും ആ കുട്ടി സ്പോൺസർമാരെയൊക്കെ തപ്പി പൈസ ഉണ്ടാക്കിയിടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടാത്ത രീതിയിലുള്ള വിശദീകരണങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? അതൊരൊറ്റ സോഷ്യൽ മീഡിയക്കാർ ഇടുന്നില്ലല്ലോ. ടിനി ടോമിനെ മാത്രം ചീത്ത വിളിച്ചാൽ മതിയോ? ഇങ്ങനൊരു വിവാദം എങ്ങനെ ഉണ്ടായി? നല്ല കുട്ടിയായിട്ട് പാവം പിടിച്ച് അനുസരിപ്പോൾ ദുഃഖങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നൊരു കുട്ടിക്ക് ഞങ്ങളോടൊക്കെ പറയാറുന്നില്ല, ഞങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ അയാളുടെ വീഡിയോ എന്താണ് രാജീവ് കുഴപ്പനക്കുന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് ജയിലിടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സാമൂഹ്യ മറ്റേ ഇത് അങ്ങനെ ആവില്ലേ? എന്താണ് ഈ കുട്ടി പറയുന്നത്? ആ കുട്ടി അന്വേഷിച്ചോ ഈ രാജീവ് കുഴപ്പനക്കുന്നിൻ്റെ ശബ്ദരേഖ എങ്ങനെ എവിടുന്ന് വന്നു എന്ന്? എനിക്കറിയാം. എന്തുകൊണ്ട് അൻസിബയെ പോലെ ഒരു മിടുക്കി കുട്ടി അത് അന്വേഷിച്ചില്ല? അന്വേഷിക്കണം. ചേച്ചി ഇതെങ്ങനെ കിട്ടി? അയാളേത് അല്ലെ പോയി സെറ്റിച്ച് അല്ലെ ആളെ വിളിപ്പിച്ച് ചോദിക്കണം, എന്താ ഇങ്ങനെ ഒരു സന്ദേശം അയക്കാൻ കാര്യമെന്ന് ചോദിക്കണം. ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു 3-4 ശബ്ദ സന്ദേശങ്ങൾ കിട്ടിയാൽ ഉടനെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമെങ്കിൽ ഈ അക്കാഡമിയിലെ കുട്ടി എനിക്ക് അയച്ച കത്ത് ശരിയല്ലേ? എവിടെ പോയി ആരോട് മിണ്ടിയാൽ ഉടനെ വേറൊരു ദുരർത്ഥം കൊണ്ട് പറഞ്ഞ് വിഷമിപ്പിച്ച് മാനസികമായിട്ട് മടുപ്പിച്ച് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? സ്ത്രീകളാണ് സ്ത്രീകൾക്ക് സംരക്ഷകരായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് WCC തുടങ്ങിയത്. അവർക്ക് മതിയായെന്ന് തോന്നി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മിണ്ടുന്നില്ല. വല്ലപ്പോഴും എന്തെങ്കിലും മിണ്ടുന്നെങ്കിൽ റീമയോ പാർവതിയോ ഒക്കെ പറഞ്ഞു എന്തോ മാനസികമായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആരെയും പൊക്കി പറയല്ല, തെറ്റ് ചെയ്തോ ചെയ്തില്ല. ആ കുട്ടിയുടെ ഒരു അവസരത്തെ ഒരു വാചകം ഞാൻ പേഴ്സണലായിട്ട് വേണേൽ കാണിക്കാം. സംവിധായകൻ രഞ്ജിത്തിനെ പോലെ തെറ്റുകൾ ചെയ്ത പലരും ഉണ്ടാവാം. ചെയ്തോ ചെയ്തില്ലയോ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ലമ്മ. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചെങ്കിൽ തന്നെ അതിനെ 100 ഇരട്ടി വലുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലും കുക്കു പരമേശ്വരനാണെന്നാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ തുറന്നു പറഞ്ഞു, മോളെ ഞാനിത് എനിക്ക് വേണമെങ്കിൽ നാളെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ നിമിഷം വരെ ഞാനിത് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്തായാലും ഞാനിത് അറിയിക്കേണ്ട പ്രമുഖ താരങ്ങളെ ഞാനിപ്പോൾ ഇന്നോ നാളെ അറിയിക്കും. ജനറൽ ബോഡി വരുന്നു, ഏതാണ്ട് ഒരു എമർജൻസി എക്സിക്യൂട്ടീവ് വരുന്നു. ഈ കുക്കു തന്നെ നടന്നിട്ടാണ് ഇതെല്ലാം ഹൈഡ് ചെയ്യിപ്പിച്ചത്. സജി ചെറിയാൻ സാറ് ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ അദ്ദേഹത്തിനും കൂടെ അയച്ച അതിൻ്റെ കോപ്പിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന എന്താ, ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പിന് കൈമാറുക. പക്ഷെ അതുപോലെ ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞു ഇത് കൊടുത്തുവിടേ. ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടല്ലോ കൂടെ, കൊണ്ടുപോയി കൊടുക്കുക വയസ്സാ. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ അല്ല അമ്മയുടെ മക്കളടക്കമുള്ള ഒരു താരങ്ങളായിട്ട് ഓടി നടക്കുന്നവരാ. അമ്മയേ ഉള്ളൂ എന്തെങ്കിലും എവിടെയെങ്കിലും വന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് അമ്മയിലൂടെ എന്തെങ്കിലും. സത്യം എനിക്കത് എന്തെല്ലാം എൻ്റെ മക്കളെ ആര് ചെയ്ത് വിളിച്ചാലും ഈ ട്രോളർമാരടക്കം വിശ്വസിക്കേണ്ടത് ജാതീയമായി പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാൽ ഒരാൾ കേരളത്തിലെ സാധാരണക്കാരെ വിശ്വസിക്കുന്നില്ല. ഈ തെറി എഴുതുന്നവനെല്ലാം ഞാൻ 3 പേരുടേത് കുറച്ച് എമർജൻസി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫേക്ക് ID, ഒരു റഷീദ്. അവൻ പണ്ട് രാജു എന്നുള്ള പേരിലായിരുന്നു, ഇപ്പോൾ പേര് മാറ്റി. അവൻ്റെ കവർ പേജ് വരെ ഞാനത് കൊടുക്കേണ്ട ചാനലിൽ വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ ചെയ്ത പേരാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. അത് ചുമ്മാ, അത് വേറൊന്നുമല്ല. ഇങ്ങനത്തെ കഥകളല്ല, വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. അതുതന്നെയാണ് ഞാൻ ഈ സംഘടനയോടും ചോദിക്കുന്നത്. എന്നെ ചീത്ത വിളിച്ചു ലൂസ് ടോക്കറെന്ന്. അമ്മ സംഘടന വിശദീകരണം ചോദിച്ചു ഈ പെണ്ണിനോട്? ഇല്ലല്ലോ. എൻ്റെ മകന് വേണ്ടിയിട്ട് എന്തെല്ലാം കോലാഹലങ്ങൾ ഈ നാട്ടിൽ നടന്നു. അത് പൈസ മുടക്കി ഒരാളൊരു പടമെടുത്തു, അത് എഴുതിയത് വേറൊരാൾ അല്ലേ, അവനത് ചെയ്തു. അവനൊരു അഭിമാനമായിരുന്നു ലാലേട്ടൻ്റെ ഇൻവോൾവ്മെൻ്റുള്ള ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണത്. അതേപോലെ അവൻ കഷ്ടപ്പെട്ട് 1.5 വർഷം, അത് ദോഷം പറയുന്നത് മോഹൻലാൽ എല്ലായിടത്തും അതിനെപ്പറ്റി നന്നായിട്ടേ പറഞ്ഞു. എത്രയോ സ്റ്റേജ് ഫംഗ്ഷൻ ഞാൻ കണ്ടു. അതിനകത്തെല്ലാം രാജു ഒരുപാട് ബുദ്ധിമുട്ടി, അങ്ങനെയാണ് ഹെലികോപ്റ്റർ രാജു തമാശ കലർത്തി അല്ലാതെയൊക്കെ മോഹൻലാൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. പറഞ്ഞതൊക്കെ മറ്റുള്ളവരാ. അതാണ് ഇവിടെ ഈ കുഴപ്പം. അതേ ചൊല്ലി വന്ന വിവാദങ്ങളുടെ സമയത്തിൽ അമ്മ ഇടപെട്ടിരുന്നോ? ഞാൻ മാത്രമേ അഭിപ്രായം പറയുള്ളൂ. അത് പല ചാനലും പറഞ്ഞല്ലോ.
ഇത്രയും സംഘടനകളുണ്ടായിട്ട് ഇങ്ങനൊരു ഒരു സന്ദർഭം വന്നപ്പം അതിനെ എതിർത്ത് സംസാരിക്കാൻ ഒറ്റ വ്യക്തി ഉണ്ടായെന്നുള്ളൂ, പൃഥ്വിരാജിൻ്റെ അമ്മ. ഞാൻ പറയാം, അത് ഇനിയും പറയും. എൻ്റെ പിള്ളേരുടെ വഴക്ക് പറയും, അമ്മ ചുമ്മാ ഇരിക്കണേ, ചുമ്മാ ഇവന്മാർന്ന് വേറെ പണി, അമ്മ വെറുതെ ഇരുന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാൻ പറയടാ, എത്ര കൊല്ലം കൂടെ ജീവിച്ചിരിക്കും അമ്മ. പോകുന്ന സമയത്ത് പറഞ്ഞു, ആ തള്ള ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനൊരു മറുപടി പറഞ്ഞെങ്കിലും ആരെങ്കിലും 10 പേര് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കുന്നത്. അവർ മറ്റൊരാളിൻ്റെ അവകാശങ്ങളും സ്ഥാനങ്ങളും തട്ടിയെടുക്കാൻ നടക്കുന്നവരല്ല. അവർക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് വേറൊരാളിൻ്റെ തോളത്ത് കൈവച്ച് സംസാരിച്ചിട്ട് സൂചിപ്പിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ചിലവ് നടത്തണമെന്നുള്ള ആഗ്രഹമില്ല. ഞാൻ എപ്പോഴും പറയും, പടമില്ലെങ്കിൽ ഇനി പോര് മക്കളെ, ഒന്നുമില്ലേ കഞ്ഞിയും കുടിച്ച് ചമ്മന്തി നെല്ലും തേങ്ങായും ഉണ്ട് ഞങ്ങൾക്ക്, പോരെ, നല്ലൊരു ചമ്മന്തിയൊക്കെ അരച്ച് ചൂട് കഞ്ഞി മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സംഘടനകളിലുമെല്ലാം കർശനമായ നിയമങ്ങൾ, അത് ഞാൻ 2-3 പ്രാവശ്യം വളരെ വിനയപൂർവ്വം പറയുകയാണ്. എന്താ വെച്ചാൽ ഈ പറയുന്ന ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മമ്മൂട്ടി അധികം സംസാരിക്കാറില്ല, ഞാൻ പോലും അതെ. ചോദിച്ചു നോക്കൂ, ഞാൻ ഒരു കാലത്ത് അങ്ങനെ ചുമ്മാ ഫോണിനകത്തൂടെ കാണാൻ അയക്കാറൊന്നുമില്ല. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ പണ്ട് സുഖമായിട്ടുള്ള കാലം മുതലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം വരെ കഴിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ലാലുവും. എത്രയോ ഭക്ഷണം എനിക്ക് ശാന്തമ്മ ചേച്ചി ലാലുവിൻ്റെ ദിവംഗതയായ അമ്മ തന്നിരിക്കുന്നു. ഞങ്ങൾക്കൊന്നും അതൊന്നും മറക്കാനൊക്കത്തില്ല. ആ ബന്ധങ്ങളൊക്കെ എന്തെങ്കിലും വായി തോന്നിയത് കോതയ്ക്ക് പെട്ടെന്ന് പറഞ്ഞ് പറയാൻ ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ കുറേ എണ്ണത്തിന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഇവളുമാരെന്ന് പറയുന്നത് കേട്ടോണ്ട് എടുത്ത് ചാടരുത്. രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരെ വിട്ടേക്കുക, അവരുടെ ഇഷ്ടത്തിന് വിട്ടേരെ, എന്തോ പറയട്ടെ. അപ്പോൾ ഞാൻ സ്ത്രീ വിദ്വേഷിയാന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ത്രീ വിദ്വേഷിയല്ല. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യം ഓരോന്നിനും പ്രൂഫ് അടക്കമാണ് ആ കുട്ടി എനിക്ക് അയച്ചിരിക്കുന്നത്. നുണയല്ലല്ലോ അപ്പോൾ പറഞ്ഞത്. എനിക്ക് സങ്കടം തോന്നി. ആ കുട്ടി ഇപ്പോഴും പറയുന്നതാണ്. ഇത്രയൊന്നും ചീത്തപ്പേര് കേൾക്കേണ്ട വ്യക്തിയല്ല അക്കാഡമി ചെയർമാൻ. ഞാനിത് പറഞ്ഞാൽ പറയും, ഇനി നാളെ ഈ പെണ്ണും പിള്ള അതും ചേർത്ത് കഥയുണ്ടാക്കും. പലരുടെയും കമൻസിലൂടെ അത് അൻസിബയാലും ശരി, ഒരു പെട്ടെന്നൊരു നിഗമനത്തിലെത്താതെ അൻസിബ അന്വേഷിക്കണം. ഇതെവിടുന്ന് തുടങ്ങി, ഈ മെസ്സേജ് എങ്ങനെ വന്നു, ഇതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ, അവരുടെ തെളിവുണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ, കൊടുത്തോട്ടെ, ശിക്ഷിക്കുക. ഇനിയല്ല, ഇനി ഏത് മഹാനായാലും ശിക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ശിക്ഷിക്കപ്പെടേണ്ട സംഗതികളുണ്ടായപ്പോൾ പറയുന്ന ചാടിയ ആളാണല്ലോ കുക്കു എന്ന് പറയും സന്തോഷത്തിൽ. സ്ത്രീകളെ അങ്ങ് സംരക്ഷിച്ച് തള്ളാനാണെങ്കിൽ അതിജീവിതയുടെ കാര്യം ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ 2017 എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇന്നാരാണ് ആ തെറ്റ് ചെയ്തതെന്ന്, പറയത്തുമില്ല. പക്ഷേ ആ റോഡിൽ അങ്ങനൊരു സംഭവം നടന്നു. അത് ഏത് പടത്തിന് പോയോ ആ പടത്തിൻ്റെ നിർമ്മാതാവിനറിയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഓടിച്ചത് കയറിയത് അവിടെ അല്ലേ, അതിൻ്റെ പുറകെ പോയ വണ്ടി ഏതാ, മുമ്പേ പോയ വണ്ടി ഏതാ, ഈ വണ്ടിക്കകത്ത് കയറിയവനാരാ, ഇതിനൊക്കെ തെളിവുണ്ടല്ലോ. അപ്പോൾ അത് ആരായാലും ശരി, ജയിലിൽ കിടക്കുന്നവരായാലും ശരി, അല്ലെങ്കിൽ ശരി, അത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ശിക്ഷിക്കുക. അപ്പോൾ ഉരുട്ടിക്കളക്കരുത് അവിയൽ പോലെ. അപ്പോഴാണ് നമുക്കെല്ലാം അയ്യോ ഇതെന്താ ഇതെന്ന് തോന്നുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ജനറൽ ബോഡിയിൽ ഇത് പറഞ്ഞിട്ട് മാപ്പ് എഴുതിക്കൊണ്ട് വരണമെന്നോ അല്ലെങ്കിൽ വിശദീകരണം തരണമെന്നോ ഒക്കെ വാശി പിടിച്ചു. ഇപ്പോൾ വിശദീകരണമൊന്നും വേണ്ടേ ഇവർക്ക് ആരുടെയും, വേണം. അങ്ങനെ ഇത്രയും ബാധിക്കപ്പെട്ട് ശാരീരികമായിട്ട് കഷ്ടത അനുഭവിച്ച് ദുഃഖിച്ച് ഈ ഫീൽഡിൽ നിന്നേ പോകാൻ തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരി, ഒരു കുട്ടി, നല്ലൊരു ആർട്ടിസ്റ്റ്, ആ കുട്ടി അനുഭവിക്കുന്ന വേദനയുടെ 4% അൻസിബ അനുഭവിക്കുന്നില്ലല്ലോ. അൻസിബ എന്നിട്ട് അതേ സ്ഥലത്ത് അൻസിബ പോയല്ലോ രാവിലെ അമ്പലത്തിൽ. അപ്പോൾ എന്തിനാണ് ഈ അമ്പലം പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്ക്? എനിക്കതാണ് ഇപ്പോഴും. അതിനാണോ താരസംഘടന? അൻസിബ പറയട്ടെ, അൻസിബയുടെ ദൃശ്യം കണ്ടവർ മുഴുവനും ഹിന്ദുക്കളാരും കണ്ടിട്ടില്ലേ ദൃശ്യം? അപ്പോൾ വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരികി കൊടുക്കരുത് അൻസിബ എന്നേ എനിക്ക് പറയാനുള്ളൂ. സൂക്ഷിച്ച് സംസാരിക്കുക അൻസിബയും. അൻസിബ വളർന്നു വരേണ്ട ഒരു നല്ല ആർട്ടിസ്റ്റാണ്, മിടുക്കിയാണ്, ഷീസ് ഇൻ്റലിജൻറ്റ്. എനിക്ക് വലിയ കാര്യമായിരുന്നു. അത് അൻസിബയ്ക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ അമ്മ പറയുന്നതൊക്കെ ശരിയാണെന്നറിയാം. പിന്നെ ഇപ്പോൾ സമ്മതിക്കാൻ പേടി കാണുമായിരിക്കും, മറ്റവർ 2 പേരും കൂടെ നിൽക്കുന്നുണ്ട്, അതും എനിക്ക് പ്രശ്നമല്ല. ടിനി ആയാലും ശരി, അൻസിബ ആയാലും ശരി, വാചകങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അൻസിബയ്ക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നല്ല. ഇനി മറ്റേ കേസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോ, SI 3 മണിക്കൂർ ഇരുത്തി, അത് ചിലപ്പോൾ 3 അല്ല 13 മണിക്കൂർ ഇരുത്തിയെന്നിരിക്കും ചില ചോദ്യങ്ങൾ. എത്രയോ വലിയ നടന്മാരെ ഓരോ കാര്യത്തിന് വിളിച്ചിട്ട് 8 മണിക്കൂർ 9 മണിക്കൂർ ചോദ്യം ചെയ്ത്, ഇതൊരു ചെറിയ കാര്യമല്ലേ? അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും കൂടെ മുട്ടം തല്ല, ഇതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, നിയമവ്യവസ്ഥിതികളുണ്ട്, അന്വേഷിക്കട്ടെ. അതെല്ലാം കൂടെ ഏതാണ്ടോ ശബ്ദ സന്ദേശം കിട്ടിയെന്ന് പറഞ്ഞ് താരസംഘടനയെ കൊണ്ടുവന്ന് 100-500 പേരുള്ളൊരു സംഘടനയാണ്. എവിടെയെങ്കിലും ചെന്ന് നമ്മൾ വലിയ വേഷമൊക്കെ കെട്ടി ഇതുപോലെ ഇരിക്കുമ്പോൾ, മേഡം എന്താ മേഡം അവിടെ എന്ന് ചോദിക്കുമ്പോൾ
ഓ ചുമ്മാതെ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, ആ കുട്ടി പറഞ്ഞു വേണ്ട, എന്താണ്ടേ കണ്ട ആ കുട്ടി പറഞ്ഞിരിക്കുന്നു. നമ്മളെ ഇങ്ങോട്ട് നമ്മൾ കണ്ടതാണെങ്കിൽ അവിടെ നിന്ന് ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കള്ളം പറഞ്ഞത്. ഒക്കെ ആരെയൊക്കെ തമ്മിൽ അല്ലല്ല വേണ്ട, കണ്ട ഇന്നലെ പറഞ്ഞിരിക്കുന്നു ആൾക്കാർ കാണിക്കുന്നു. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറിയപ്പം ചിലതിനൊക്കെ ഉത്തരവുണ്ട്, ചിലതിന് ഉത്തരവില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലെ സംഭവം മുതൽ ഈ കുട്ടി ഒരു വില്ലത്തിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പാടില്ല. ഒരു സ്ത്രീ അതിന് മുതിരാൻ പാടില്ല. ഇത് ഒരൊറ്റ ചാനലും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരൊറ്റ സോഷ്യൽ മീഡിയ പറയുന്നില്ല. എടുത്തിട്ട് പൊരിക്കുന്നുണ്ട് ടിനിയെ. എനിക്ക് സത്യത്തിൽ ടിനിയെ ആകെ ഞാൻ എടുത്ത് കണ്ടത് ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴുള്ള പരിചയമുള്ള അത് ടിനി. ഞാൻ ഈ അമ്മ ഓഫീസിൽ ആദ്യമായിട്ട് പോകുന്നത് ഈ കണ്ണാടി കൊടുത്ത ദിവസമാണ്. 30 വർഷത്തിന് ശേഷം ഞാൻ ആ കെട്ടിടം കാണുന്ന ഒന്നാണ്. അതെന്നെ തലേ ദിവസം ശ്വേത വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇതങ്ങനെ പാട്ടും കൂത്തൊന്നുമല്ല. അപ്പോൾ ഞാൻ പറയും, ഓ നിങ്ങൾ കൊച്ചു പിള്ളേർ അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിക്കും, നമ്മൾ കളവികൾ ഇതളെ നീളത് ഏത് തോന്നും വേണ്ടെന്ന് ഞാൻ പോകാറില്ല. അപ്പോൾ ഞാൻ പറയും ഇതങ്ങനെയല്ല, കുറച്ച് പ്രായമായവർക്ക് കുറച്ച് കണ്ണട, അത് സത്യമായിരുന്നു, നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ട് കണ്ണട, ഫ്രീ കാറ്ററാക്ട് സർജറി എല്ലാം കൂടി അതൊരു നല്ല പ്രോഗ്രാമായിരുന്നു. അങ്ങനത്തതൊക്കെ ചെയ്യണം. ഒരു മാനസിക വിഷമം വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല, ഞാൻ അൻസിബയെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ അൻസിബ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നില്ല. എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മിടിക്കുകയാണല്ലോ ആളെന്ന്. എന്താണ് പിന്നെ അൻസിബയെ ഒരു പ്രകോപനം ഉണ്ടായത് ഇങ്ങനെയൊക്കെ പറയാനുള്ളത്? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയപ്പോൾ ഉണ്ടായ വിഷമമായിരിക്കും. അതിനകത്ത് ഈ പറയുന്നവർ സെക്രട്ടറിമാരും അവരും ഇവരുമൊക്കെ എന്തുമാത്രം പ്രേരിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇപ്പോൾ നീന കുറുപ്പിനെ തെളിവെടുത്ത് കൊണ്ടുവരട്ടെന്നേ. ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും തെളിവ് കൊണ്ടുവരട്ടെ. നമുക്കിപ്പോൾ ഇതിനകത്തൊക്കെ കാണുന്നതേ അറിയാവൂ. പിന്നെ അവിടെ ഷൂട്ട് ചെയ്ത രംഗങ്ങളടക്കം പറഞ്ഞ ശബ്ദങ്ങളടക്കം എങ്ങനെയാണ് ഈ പുറത്തു പോയത്? ആരെങ്കിലും അതിന് വ്യക്തമായ ഉത്തരം പറയട്ടെ. അപ്പോൾ ഇപ്പം പറയുന്നു റെക്കോർഡ് ചെയ്തു, ക്യാമറയിൽ. ഇപ്പം ഞാനവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് ക്യാമറ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എന്താ രഹസ്യ സങ്കേതം എന്നൊക്കെ ഞാൻ തമാശയിൽ ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ. അത് ഒരു പരിധിവരെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഈ ഉണ്ണി ശിവപാൽ അവിടെ നിന്ന് പോയെന്നോ എങ്ങാണ്ട് വിദേശ രാജ്യത്ത് പോയി അവനെ കിട്ടുന്നില്ല, മുങ്ങി നടക്കുമോ, അതൊക്കെയാണ് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ഞാൻ ഈ ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം ഉണ്ണി വിളിച്ചിട്ട് ഉണ്ണിയുടെ നിരപരാധിത്വം ഒരു 20 മിനിറ്റ് സമയം ഞാൻ പറഞ്ഞു ഇയാൾ മുങ്ങി നടക്കുവാന്നോ, ഇയാളെ പൊങ്ങുന്നില്ലെന്നോ ഫോൺ എടുക്കുന്നില്ലെന്നോ ഒക്കെ കേട്ടില്ല. അല്ലാതെ ഞാനിങ്ങനെ ഫാമിലി ആയിട്ടൊന്ന് വന്നതാണ് അമ്മ, ഞാൻ ജനറൽ ബോഡിയിൽ പങ്കെടുക്കും, അതുവരെ മാറി നിൽക്കാൻ എന്നോട് സംഘടന ആവശ്യപ്പെട്ടു. ഓ അങ്ങനെ ആവശ്യപ്പെട്ടോ? ഇതിൻ്റെ കൂടെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്മ ഇന്നവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ അതാര് പറയുന്നത് എന്നോട്? അത് ഇന്നലെ ഗ്രൂപ്പിലിടും. അപ്പോൾ ഈ ഗ്രൂപ്പ് മെസ്സേജും പറയുന്ന വോയിസ് മെസ്സേജും ഒക്കെ കാനഡയിലാണോ ലണ്ടനിലാണോ അന്റാർട്ടിക്കയിലാണോ എനിക്കറിയാൻ വയ്യ. ഇവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെങ്ങനെ? നിർണായക യോഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇന്നലെ ഇപ്പോൾ പറയുന്ന കേട്ടു. ശ്വേത ഇന്നലെ രാത്രി ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ ന്യൂസ് ഇട്ടപ്പോൾ ശ്വേത എന്തോ പറഞ്ഞു, എന്താണ് സെക്രട്ടറി സമ്മതിച്ചു, ഞാനാണ് അയച്ചു കൊടുത്തത്. അതും പറയുന്നുണ്ട്. അത് പിന്നെ വേറെ എന്താ മാലാപാർവതി ചോദിച്ചുകൊണ്ട് അയച്ചു കൊടുത്തെന്ന്. മാലാപാർവതി ചോദിച്ചാൽ അമ്മയുടെ എല്ലാം കുക്കും അയച്ചു കൊടുക്കുമോ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് അതർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്? എനിക്കതറിയത്തില്ല. മാലാപാർവതിയിൽ അന്വേഷിച്ചാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നത്. എനിക്ക് പിന്നെ സന്ദേശങ്ങൾ ഞാനും മാലാപാർവതിയും കൂടെ പലതും സംസാരിക്കാറുണ്ട്. ഉടനെ ഞാൻ പറയണം മാലാപാർവതി ഇങ്ങനെ പറഞ്ഞു, മല്ലിക ചേച്ചി ഇല്ല, ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു വിഷമങ്ങൾ വെച്ചാൽ അയ്യോ ഇതെന്തോ സംഭവം. അത് ഇവർ പറയുന്ന വേറൊരർത്ഥത്തിലാണ്. ഒരു മാലാപാർവതി ഒരു CID പോലെ എല്ലാം അന്വേഷിച്ച് കൊടുത്തു എന്നൊക്കെ. എന്ത് പറയാനാ? പെണ്ണുങ്ങളെ കൊണ്ടാണ് ഇവിടെ ഇരിക്കപ്രതിയില്ലാത്തത്. രാഷ്ട്രീയത്തിലായാലും സിനിമാ രംഗത്തായാലും എല്ലാം ഇത് തന്നെയാണ് പ്രശ്നം. ഈ സിനിമയിലിപ്പം 52 വർഷമായാലും ധാരാളം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അന്നും കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കൂടെ വർക്ക് ചെയ്യുന്ന. അയ്യോ അന്നത്തെ സ്ത്രീകളൊക്കെ എൻ്റെ പൊന്നെ ഭഗവാനെ, ഇന്ന് ഇവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യില്ലേ. ഞങ്ങൾക്കൊക്കെ വേറെ ഒരുപാട് സബ്ജക്ട്സ് പറയാനുണ്ട്. ഇതൊന്നുമില്ല. ഒരാളെ പാര വെച്ച് ഇല്ലാതാക്കി അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ നായിക. ഞാൻ ശാരദാമ്മയോട് അഭിനയിച്ചിട്ടുണ്ട്, ഷീല ചേച്ചി, ജയഭാരതി, വിധുബാല. അയ്യോ ഞങ്ങളൊക്കെ കൂടെ വല്ല ഔട്ട്ഡോറൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറയാൻ പണ്ട് സ്കൂളിൽ നിന്ന് പിക്നിക്ക് കൊണ്ടുപോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 ദിവസത്തേക്ക് മുമ്പേ വിളിക്കും. ശ്രീലത ചേച്ചി ഞങ്ങളെല്ലാവരും അതെ, ഓരോരുത്തരും ഓരോ കഴിക്കുന്ന സാധനമൊക്കെ കൊണ്ടുവന്ന്. അയ്യോ ഞാൻ ഇന്നാളിലും പറഞ്ഞു സേലം അവിടെയൊക്കെ ഷൂട്ട് കുറച്ച് ദൂരം മദ്രാസ് വിട്ടു പോകുമ്പോഴേ, അല്ല മദ്രാസിലുള്ളപ്പോഴും അതെ, ലളിത ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു വന്ന് ചേച്ചി നല്ല ചൂട് കഞ്ഞിയും അന്ന് ഈ ചക്കപ്പുഴുക്ക് ചീനിപ്പുഴുക്ക് ചേച്ചി നന്നായിട്ട് അതൊക്കെ ഉണ്ടാക്കും. അതൊക്കെ കഴിച്ചേച്ചി ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോവും 2 കാറിലായിട്ട്. അയ്യോ എന്ത് രസം. അതൊന്നും ഇപ്പോൾ ഇല്ല മോളെ, അതൊക്കെ പോയിട്ട് കാലം കുറേ ആയില്ലേ. അതാണ് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളൊന്നും ഈ പിള്ളേരൊന്നും കണ്ടിട്ടില്ല. ഇവർക്കെല്ലാം എന്താണെന്നറിയോ, അധികാരം, എന്തോ ഒരു കസേര വേണം എവിടെങ്കിലും.
ഇരിക്കാൻ. വീട്ടിലെ കസേരയിൽ ഇരുന്നിട്ട് ഇവർക്കൊന്നും ഇരിപ്പുറയ്ക്കുന്നില്ല. അതുതന്നെയാണ് സത്യം. ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും പറയുകയാണ്, വന്ന് കിടന്ന് ശുപാർശയുമായിട്ട് ഓരോരുത്തരും കാണും, ഓരോരുത്തരെ പറ്റി പറയാം. ദൈവത്തെ വിചാരിച്ച് ജാതകം ഒന്ന് നോക്കിയിട്ട് പിടിച്ചിരുത്തണം. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അവർക്കൂടെ ചീത്തപ്പേര് കേൾക്കുമെന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ സജി ചെറിയാൻ സാർ, അതെല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിനക്ക് അവാർഡ് കിട്ടും. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമൊക്കെ ആ കത്തിനകത്തൊന്നും എനിക്കറിയില്ല. അവാർഡ് വാങ്ങിച്ചു തരാം എന്നൊക്കെയുള്ള അനാവശ്യ എന്താണ് പ്രോമിസസൊക്കെ കൊടുത്ത് പലരും എൻ്റെ ഈ സങ്കടകഥ മറച്ചു വെച്ചു അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഈ കുക്കു പരമേശ്വരനായാലും വേറൊരു സ്ത്രീ ആണെങ്കിലും അല്ലെ ആരും ആവട്ടെ ചെന്ന് സാറേ 2 അവാർഡ് അവിടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ സജി ചെറിയ സാറ് കൊടുക്കുമോ? അപ്പോൾ വെറുതെ അദ്ദേഹത്തിന് കൂടെ ചീത്തപ്പേരല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. എന്നാൽ പിന്നെ എനിക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള എനിക്ക് പറയാനുള്ള മന്ത്രിമാരെയായിട്ട് വളരെ അടുപ്പമുണ്ട്. അതിപ്പോൾ BJP ആണ് അവിടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് കോൺഗ്രസ്, നമ്മളല്ലാതെ പരിചയപ്പെടുന്ന, അല്ലാതെ സിനിമയിലെ ഒരു അയ്യോടാ എവിടെയൊക്കെ കയറായിരുന്നു. ഒന്നുമല്ലാതെ ഇടതുപക്ഷ സഹയാത്രികനായ സുവേട്ടനെ നട്ടല് നൂത്ത് വെച്ച് KSFDCയുടെ ചെയർമാനാക്കിയ ആളാണ് ശ്രീ K. കരുണാകരൻ എന്ന് പറഞ്ഞ അഭിവന്യ ലീഡർ. അദ്ദേഹം എന്തെല്ലാം ചീത്ത കേട്ടു. അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങേണ്ട ഒരു സ്ഥാപനമല്ല, ഇതെൻ്റെ ഒരു സ്വപ്നമാണ് ഈ ചിത്രാഞ്ജലി. ഇവിടെ സിനിമ ചെയ്യണം, എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് പല പദ്ധതികളും അന്ന് ഏതാണ്ടൊക്കെ ഒരു രൂപം കൊണ്ടുവന്നതാണ്. സത്യം പറയുക, അത് ജയകുമാർ സാറിന് ഒരു പക്ഷേ ഒരു പരിധിവരെ അറിയാമായിരിക്കും. അത് അവരുടെ കൂടെ ആയിരുന്നു. അങ്ങനെ ആദ്യം വന്ന പദ്ധതിയാണ് IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. സുകുമാരൻ്റെ ഐഡിയയിൽ വന്ന സംഭവമാണ്. സുകുമാരൻ എന്ന ചെയർമാൻ്റെ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടത്തി. അപ്പോഴാണ് അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, മണിരത്നം സാർ, അങ്ങനെ എത്രയോ വലിയ 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 സംവിധായകരും നടീനടന്മാരും വന്നു. അതുപോലെ അന്ന് പേപ്പറിലൊക്കെ കഥ എഴുതി. ജയാ ബച്ചൻ മാഡം ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ കത്താത്തതുകൊണ്ട് എന്തോ വിളക്ക് ഏതാണ്ടാണ് സുഖട്ട പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്ത് കൊടുത്തു, സിഗരറ്റിൻ്റെ അത് വെച്ച് ചിക്കി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ അതൊരു തമാശ കഥ പോലെ വന്നതാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ 2 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഞാൻ 3ാമത്തേതിന് ഞാനൊരു മെമൻറ്റോസ് ഞാൻ സ്പോൺസർ ചെയ്തു. ദോഷം പറയുന്നത് ബീന പോൾ അതെല്ലാം വളരെ സ്നേഹത്തോടു കൂടി ഓർത്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം KSFDCയിലിരുന്നു. ഇന്നും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് എന്നെ പിടിച്ചിരുത്തിയത്. വന്ന് മൊത്തം ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു രീതി. ഞാൻ ഭരിച്ചാൽ എൻ്റെ പാർട്ടിക്കാർ മാത്രം, നീ ഭരിക്കുമ്പം നിൻ്റെ പാർട്ടിക്കാർ മാത്രം. ഞാൻ പറഞ്ഞ വാസ്തവത്തിൽ കേൾക്കില്ല എന്ന് ഞാൻ ധരിച്ചത് മുൻ മുഖ്യമന്ത്രിയാണ്. ഇവരാര് പറയാനും ഇവരുടെ അല്ല. അതാണ് എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം. എൻ്റെ നിസ്സാരം എൻ്റെ വീട്ടിൽ വെള്ളം കയറിയത് ഞാൻ പറഞ്ഞു, സാറേ ഒരു മഴയുടെ അല്ല, വിവരമില്ലാതെ പറയുക, 4 അണക്കെട്ട് തുറന്ന് വിട്ടിരിക്കുക. അപ്പോൾ പുറവശത്തെ കനാൽ ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ചെയ്ത് അതിൻ്റെ സൈഡിലിരിക്കുന്ന വീടുകളൊക്കെ കയറി. അത് പറഞ്ഞ കേട്ടതൊന്നും മല്ലികാസുകുമാരൻ മാത്രമേ ഉള്ളൂ മറ്റേ ചെമ്പി കയറി വന്നതല്ല, അവിടെ ബോട്ടും ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ജോലിക്കാർക്ക് എല്ലാം ഇതിനകത്ത് കയറാൻ പേടി. ബോട്ടിൽ കയറട്ടെ അമ്മ, ഇത് ചരിഞ്ഞു പോകുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരി നിങ്ങളെല്ലാം ബോട്ടിൽ കയറിക്കോ, അധികമൊന്നുമില്ല, ഇത്തറ്റേ ഉള്ളൂ വെള്ളം, പക്ഷേ അതിനകത്ത് ഇഴജന്തുക്കളും അത് ഇതൊക്കെ പേടിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാനതിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സംഭവങ്ങളടക്കം പിന്നീട് ഞാനത് അദ്ദേഹത്തിനോട് അങ്ങനെ വന്നതാണ്. പക്ഷെ അത് ഇതാണ് സാർ പ്രശ്നം, കനാലാണെന്ന് സത്യം പറയട്ടോ. അയ്യോ, ശ്രീ പിണറായി വിജയൻ അവർകളെന്ന് പറയുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ഇന്നും വളരെ നല്ല ഓർമ്മകൾ മാത്രം ശേഷിക്കുന്ന അദ്ദേഹം പിറ്റേ ദിവസം വന്നു എന്നുള്ളതാണ് അവിടെ ആൾക്കാർ. എന്ത് സംഭവം, ഏതോ വെള്ളം നിറഞ്ഞ് അവരുടെ വീട്ടിലൊക്കെ കയറിയത്. അല്ല, അങ്ങനെ നമ്മളെപ്പോലൊരു വയസ്സായ സ്ത്രീ, മക്കൾ പോലും അടുത്തില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഞാനൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ്, അല്ല ഞാൻ മക്കളെ മറ്റേ താരമൂല്യം പറഞ്ഞ് എവിടെയും പോയിട്ടില്ല. ഞാൻ ഒരുപാട് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുക, കലാരംഗവും സാഹിത്യരംഗവും. അതിപ്പോൾ ഈ സിനിമ മാത്രമൊന്നുമല്ല, കൊള്ളാം, സാഹിത്യ അക്കാദമി ആയിക്കോട്ടെ, സംഗീത അക്കാദമി ആയിക്കോട്ടെ, അവിടെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ പാവം. പണ്ട് ലളിത ചേച്ചി, ലളിതകല ഭരതൻ ചേട്ടൻ്റെ ഭാര്യ ലളിത പാവം തന്നെ, ചേച്ചി എന്തോന്ന് ചേച്ചി നല്ലൊരു കെട്ടിടം കെട്ടിയിട്ടിരിക്കുന്നല്ലോ ആലപ്പുഴ, ചേച്ചി അവിടെ പോകില്ലേ? അയ്യോ വടക്കാഞ്ചേരിയിൽ നിന്ന് അവിടെ വരെ പോകണ്ട, പാവം ചേച്ചി ഉള്ള സത്യം പറയും. ഞാനും ചേച്ചിയുമായിട്ട് വളരെ വളരെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് പലരോടും ഞങ്ങൾ പറയാറില്ലെങ്കിലും അത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു വീട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഞാനുണ്ട്, അന്ന് ശ്രീലളിത ചേച്ചിയുണ്ട്, ലളിത ചേച്ചി, കനകദുർഗ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈ എന്താ പണ്ടൊരു വലിയ പേടിപ്പിക്കുന്ന എക്സോസിസ്റ്റ് ഒരു സിനിമയൊക്കെ ഇല്ലേ പേടിക്കുന്നത്, അത് കണ്ടാൽ പേടിക്കൂടി, ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ചേച്ചിയുടെ താല്പര്യത്തിനാണ് 6 പേര് ഒന്നിച്ച് പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടെ. അയ്യോ, ഈ ഫോട്ടോ എൻ്റെ ഇല്ല,
ഇത് ഷീല ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് അല്ല, ഇപ്പോഴും സൗന്ദര്യത്തിന് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ടി.എൻ. ഗോവിന്ദൻ. ഇതെനിക്ക് തോന്നുന്നു മറ്റേ റേഡിയോ നാടകമായിരിക്കും. എന്താ അറിയോ, ഈ റേഡിയോ സ്റ്റേഷനിൽ ഒരു നാടകവാരം ഉണ്ടല്ലോ, അതിൽ ഒരു ദിവസം സിനിമാക്കാര അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ലളിത ചേച്ചി, ഭാസി സാറ്, ഷീലാമ്മ, നസീർ സാറ്. അയ്യോ, ഭാരതിയെ കണ്ടോ പാവാട ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കുന്നത്. അയ്യോ ഈശ്വര, സത്യം ഇതൊക്കെയായിരുന്നു മോളെ സിനിമയുടെ സുവർണകാലം. അന്ന് മറ്റേ ബജറ്റ് പ്രൊഡ്യൂസറുണ്ടാക്കി അതിനകത്ത് പടം തീർത്ത് ഒരു പടവും ഇങ്ങനെ കോടികളും ലക്ഷങ്ങളും ഒന്നും നഷ്ടം വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പടം അങ്ങനെ വന്നാൽ പോലും അത് അടുത്ത പടത്തെ അതുപോലെ അത് സഹകരിച്ച് നസീർ സാറൊക്കെ അങ്ങനെ ചെയ്ത പോട്ടെ. അതിനകത്ത് സാറിൻ്റെയൊക്കെ സംസാരം കേൾക്കണം. മനുഷ്യനൊരു നല്ല ഡോക്ടറെ അടുത്ത് പോയിട്ടൊരു ചികിത്സ അന്വേഷിക്കുന്നല്ലോ, സാറിനോടൊന്ന് സംസാരിച്ച് നിങ്ങൾ കാണാം സാർ ചുമ്മാ വെറുതെ കാര്യമൊന്നുമില്ല. അത് ഒരു രീതിയാണ്. അല്ലാതെ ഇന്നത്തെ പോലെ അങ്ങനെ ഇപ്പം ഇവരെ അങ്ങ് അങ്ങനത്തെ ചിന്തകളൊന്നും സാറിനില്ല. നല്ലതാണെങ്കിൽ നന്നായിട്ട് പരസ്യമായിട്ട് സാർ അഭിനന്ദിക്കും. എന്നെ കൊണ്ട് ഈ പത്രങ്ങളിൽ ആർട്ടിക്കിൾ എഴുതാൻ പ്രേരിപ്പിച്ച എൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തി നസീർ സാറാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ സിനിരമേൽ. സാറ് പറഞ്ഞു നിങ്ങളൊന്ന് എഴുതണം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അതിനെക്കുറിച്ച് എഴുതാം, പക്ഷേ സാറൊന്നും ശരി 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 ഞാൻ സേലത്ത് പോവാണ്, ഞാൻ വന്നിട്ട് നോക്കാതെ ഞാൻ എഴുതി സാറിൻ്റെ കൊണ്ട് കൊടുത്തു. ഇതാണോ ഞാൻ നോക്കണമെന്ന് പറഞ്ഞേ? നിങ്ങളതിനെക്കാട്ടി നന്നായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മലയാള ഭാഷ കൈകാര്യം ചെയ്യാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വലിയേക്ക് അങ്ങനെയൊക്കെ ആര് പറയും കുഞ്ഞെ ഇപ്പോഴ്? അയ്യോ, എനിക്കൊക്കെ അതൊക്കെ ഒരു ഓസ്കാർ കിട്ടിയ ഒരു ഫീലിംഗ് ആണെന്നൊക്കെ നസീർ സാർ വായിച്ചിട്ടൊക്കെ ഇത് പറയാമെന്ന് പറഞ്ഞാൽ. ഈ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരണേ. അതുപോലെ ഡബ് ചെയ്യാറുണ്ടല്ലോ. ഡബ്ബിങ് അന്നത്തെ കാലത്ത് വേറൊരു വലിയ വരുമാന മാർഗ്ഗമാണ് ഈ ഡബ്ബിങ്. അതിന് എന്നെ കൈപിടിച്ചു കൊണ്ടിരുന്നത് അഭയദേവ് സാറാണ് അന്ന് ഡബ്ബിങ് പടങ്ങളുടെയൊക്കെ മലയാള പരിഭാഷ. അപ്പോൾ ഞാൻ കന്നഡത്തിലെ കൽപ്പനയ്ക്ക് ചെയ്തിട്ടുണ്ട്, ശാരദ ചേച്ചിക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വാണിശ്രീയുടെ പടം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ, ഒരുപാട് പേരുടെ പടം. പിന്നെ മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് സീമ അവളുടെ രാവുകൾ, അതല്ലേ ഒരാളറിയാതെ പറഞ്ഞു. ഞാൻ 5-6 പ്രാവശ്യം കണ്ട പടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ 5-6 പ്രാവശ്യം കൂടുതൽ 16 തവണ കണ്ടില്ലെങ്കിലും ഉള്ളല്ലോ. കൊച്ചനെ അതിനകത്തെ ശബ്ദം ആരുടേത് അതിനെ അറിയാൻ വയ്യ, ഞാൻ ഡബ് ചെയ്തെന്ന് പറഞ്ഞും പോയി. ഞാൻ പറഞ്ഞു സീമ. അത് കഴിഞ്ഞ് 1-2 പടം അടവുകൾ 18 ചെയ്ത് കഴിയുമ്പോൾ സീമ ചേച്ചി ചെയ്താൽ മതി. സീമ അവരൊക്കെ അങ്ങനെ തുറന്ന് നമ്മളോട് പറയും. അപ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു കല്യാണമൊക്കെ ഏതാണ്ട് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് മദ്രാസിൽ കഴിയുന്നൊരവസ്ഥയും. അപ്പോൾ കല്യാണം നിങ്ങൾ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് സുഖേട്ടൻ്റെ അപ്പോൾ അതോടുകൂടി പിന്നെ പതുക്കെ ഞാൻ ഈ ഡബ്ബിങ്ങും അഭിനയമൊക്കെ കുറച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരികയായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലം. എന്താ ഇവരെല്ലാവരും അതെ, ഞങ്ങളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെക്കുറിച്ചും പരാതികളില്ല, പരിഭവങ്ങളില്ല, അസൂയ കൊണ്ട് ഈ മൂത്ത വാചക കസർത്തുകളില്ല, ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം. എല്ലാവരും അവനവൻ്റെ ഒരു തൊഴിലായിട്ട് ഈ അഭിനയത്തെ അംഗീകരിച്ച് വന്ന് നിൽക്കുന്നു എന്നല്ലാതെ അങ്ങനെയൊന്നും ഈ കൂടെ നടക്കുന്നവരാണല്ലോ ചീത്തയാക്കുന്നത്. ഇപ്പോൾ അതാണ് കുഴപ്പം. നസീർ സാറിൻ്റെ കൂടെ ഒന്നും ഇങ്ങനെ വലിയ പരിവാരങ്ങളൊന്നും ഇല്ല. സോമൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ കാണും, ചിലപ്പോൾ ഡ്രൈവർ കാണും, കൂടിപ്പോയാൽ ആരെങ്കിലും അടുത്ത പടത്തിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നതിനെ കാറി കയറ്റി സാറ് കൊണ്ടുവരും. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ നമുക്കത് തീരുമാനിച്ച് അവിടെ നിന്ന് വിടുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ താരങ്ങളുടെ കൂടെ തന്നെ ഒരു വലിയ ഒരു സംഘം അത് രാഷ്ട്രീയക്കാരോട് കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാർ ഫോട്ടോ എടുക്കുമ്പം മുഖ്യമന്ത്രിയെ തള്ളിയിട്ടേച്ച് തോളത്തൂടെ നോക്കുന്നവരുണ്ട്. നിങ്ങളെ കണ്ടില്ലേലും സാരമില്ല, എൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. നിലപാട് പറയാൻ അന്നും ഇന്നൊന്നും മടിയില്ലല്ലോ. എന്ത് കാര്യം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. തീർച്ചയായിട്ടും. ഒരു പക്ഷേ അത് എനിക്ക് തോന്നുന്നു സുകുമാരൻ എന്ന വ്യക്തി വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. കോളേജിലൊക്കെ നിലപാടുകൾ തുറന്നു പറയുകയും എല്ലാവരോടും സ്നേഹമായിട്ട് നടക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഒരു സീനിയർ സ്റ്റുഡൻറ്റ് BSc ഫൈനൽ ഇയറുകാരിയെ തോപ്പിച്ച് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന ഞാൻ ആർട്സ് ഓഫ് സെക്രട്ടറി ആയത്. അത് എന്നോട് പ്രിൻസിപ്പൽ വരെ പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചത്. ഞാൻ പറയും സാറേ മാഡം നാക്കിൻ്റെ മിടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമാശ പറയും. പക്ഷേ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ വലിയ കാര്യമായിട്ട് ഞങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരല്ല, ചുമ്മാ ഉഴപ്പുന്നവരും അല്ലല്ലോ. എല്ലാവരും പ്രീ ഡിഗ്രിക്കാണെങ്കിലും അത് കഴിഞ്ഞൊക്കെ വലിയ വലിയ നിലയിൽ ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ഡോക്ടേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുന്ന ഒരു സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് പിന്നെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർ കോളേജ് ഡ്രാമ ഫെസ്റ്റിവൽ യൂണിവേഴ്സിറ്റി കോളേജിൽ
അവിടെ പോയപ്പോൾ അതാണ് ഈ ചെറിയാൻ ഫിലിപ്പ് കൂടെ പറയുന്നത്. ഞാനിവരെ ആദ്യം കാണുന്ന ഒരു ആൺവേഷത്തിലാണെന്ന്. ശരിയാണ്, ഞാൻ അതിനകത്തൊരു ബോബി ചെയ്ത് ഒരു ആണായിട്ട് അഭിനയിക്കുന്ന അതിനകത്ത് എനിക്ക് ഈ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഡോക്ടർ NS വാര്യർ ഗോൾഡ് മെഡൽ എന്നും പറഞ്ഞിട്ട് അതൊക്കെ കിട്ടിയതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മകളേ ഉള്ളൂ കോളേജിൽ പഠിച്ചപ്പോഴും. അത് കഴിഞ്ഞ് ഞാൻ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നത്. ഗവൺമെൻറ് എയ്ഡാണ്, ഒരു വർഷം 1.5 ലക്ഷം രൂപ തരും. അപ്പോൾ ഈ തരുന്നത് നമ്മൾ ആ പൈസ വെച്ച് എന്ത് പരിപാടിയും നമുക്ക് നടത്താം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും അതെ. അങ്ങനെ സ്കൂളിൽ പോയി നമ്മൾ സെക്ഷീനമം പ്രൊജക്ടർ വെച്ചിട്ട് നല്ല നല്ല സിനിമകൾ കാണിക്കാം, ഒന്നുമില്ല അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊന്നും നമുക്ക് പിന്നെ റൺ ചെയ്യാനായിട്ടുള്ള കാശ് കിട്ടത്തില്ല. ഇപ്പോൾ ഈ ശ്വേത അമ്പലത്തിൽ പോയെന്ന് പറയുന്ന പോലെ അന്ന് സത്യമായിട്ടും ഞാൻ അതിശയിച്ചു പോയത് അവിടെയാണ്. ഞാനൊരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. ടാഗോർ തിയേറ്റർ തരുന്നു തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 സ്ഥലത്ത് ഞാൻ നടത്തി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നല്ല സിനിമകളുടെ പ്രിൻ്റ്, ഹോം അലോൺ, ബേബീസ് ഡേ ഔട്ട്, ഇങ്ങനെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റുള്ള കുട്ടികൾക്ക് വേണ്ടി. മലയാളം ഉണ്ടായിരുന്നു, ശിവൻ ചേട്ടൻ്റെ പടമൊക്കെ, നമ്മുടെ സേനൻ സാറെടുത്ത പങ്കജിലെ സേനൻ സാറെടുത്ത വർണ്ണച്ചെറുകൾ, അങ്ങനെ അതാണ് വിന്നി മണ്ടയിലൊക്കെ വന്നപ്പോൾ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ പരിപാടികൾ നടത്തുമ്പോൾ ഈ ടാഗോർ തിയേറ്റർ മുഴുവനും കഴിഞ്ഞ് പിന്നെ അങ്ങ് നിറഞ്ഞ് നിൽക്കുക പിള്ളേർ. ഒരു 10,000-2,000 പേരാണ് ഒരു ഷോയ്ക്ക് വരുന്നത്. സ്ഥലമില്ലെങ്കിൽ പടിയിൽ വരെ നിലത്തിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾക്കങ്ങ് സന്തോഷം, കാരണം സ്കൂളിൻ്റെ പെർമിഷനോട് വരികയാണ്. അതിൻ്റെ വാലഡിക്ടറി ഫംഗ്ഷന് നമ്മുടെ എൻ്റെ ഈശ്വര ശ്രീ കെ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വന്നിട്ട് അവിടെ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം അന്തം വിട്ടുപോയി. അതൊരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു. ഒരു 10,000 പിള്ളേരും അന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, കുട്ടികളുടെ സിനിമയ്ക്ക് ഇരട്ടിയാക്കുകയാണ് സബ്സിഡി എന്ന്. ഇത് ഞാൻ ഈ പരിപാടികൾ എഡിറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാമായിട്ട് ബോംബെ ഡൈയിങ് സ്പോൺസർ ചെയ്യുന്നു. അദ്ദേഹം വിഷ്ണുദാസ് സാറിനൊക്കെ എനിക്ക് അറിയാമായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ പരിചയങ്ങളും കോണ്ടാക്ട്സും ഞാൻ നടത്തിയിട്ടുള്ള പല പരിപാടികൾക്കും അവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഒരു താരമായിട്ടോ ഒന്നും അല്ല. അല്ലാതെ മല്ലിക മാഡത്തിനെ അറിയാം, മല്ലിക ചേച്ചി അറിയാം, എന്നെ അങ്ങനെ വിളിക്കുകയുള്ളൂ, മല്ലികാമ്മ, ചേച്ചി, മാഡം. അല്ലാതെ തന്നെ ഒരാൾ എൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നരേന്ദ്രപ്രസാദ് ചേട്ടൻ, രാജൻ പി ദേവ് സാർ, ഇവരൊക്കെ ഞാൻ സാറേ അവർ വലിയ ചേച്ചി. അപ്പോൾ എനിക്ക് തന്നെ തോന്നും, അയ്യോ ഈ അടുത്ത കാലത്ത് സത്യം പറയാം, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി ഒരു സ്റ്റേജ് വെച്ചിട്ട് മല്ലിക ചേച്ചി, ഞാൻ പറഞ്ഞത് എന്തിന് മല്ലിക എന്ന് ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ ആ ചേച്ചി തന്നെ വിളിച്ചാൽ മതി. ആകെപ്പാടെ 1-2 വയസ്സിലെ വ്യത്യാസമേ കാണത്തുള്ളൂ ഞങ്ങൾ തമ്മിൽ. അതിനി ആ വിളി മാറ്റല്ലേ മമ്മൂട്ടി എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ സുഖേട്ടൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് കാണുന്നത് സ്ഫോടനം. അന്ന് തൊട്ട് മമ്മൂട്ടി എന്നെ ചേച്ചി എന്ന് വിളിച്ചു. ഇപ്പോൾ എന്തിനാണ് ആരെ കാണിക്കാനാണ് മാറ്റുന്നത്? ഒന്നും വേണ്ട, ചേച്ചി മതി എന്ന് ഞാൻ തുറന്ന് ആ വേദിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കഴിച്ചാൽ അന്ന് മുതലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട്സ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ പലരെയും ഒരുപാട് ഇപ്പോൾ ഞാൻ കളിയാക്കാറുണ്ട്. ഒരു നിയമസഭാ സീറ്റൊക്കെ ചിലപ്പോൾ ഞാൻ ജയിക്കും, കാരണം ഞങ്ങളുടെ ബന്ധക്കാരൊരു 16,000 പേര് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ തമാശയിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് പല പല സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, ചേട്ടാ ഒന്ന് പറയുമോ, ഞങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അതുപോലെ ആത്മാർത്ഥമായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ അടിയും പിടിയും ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ള ഭാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ന് ആ ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി നയനാർ സാറ് വന്നിട്ട് ഇങ്ങനെ സബ്സിഡി കൂട്ടിയത്, അതൊക്കെ വലിയ പേരായിരുന്നു എനിക്ക്. പിന്നെ ഞാനൊരു വലിയ ഭാരവാഹിത്വത്തിനൊന്നും പോയില്ല, കാരണം ഞാൻ എവിടെയെങ്കിലും ഒരു ഭാരവാഹിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിള്ളേരും പറയും കയ്യിൽ നിന്ന് വരെ കാശിട്ട് അമ്മ അതൊന്ന് അമ്മയെ വല്ല ഏൽപ്പിച്ചാൽ പിന്നെ അത് 100% പെർഫെക്ഷൻ, അത് അമ്മയ്ക്കൊരു വലിയ അത് സത്യം കേട്ടോ. അതുപോലെ ഞാൻ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി സാർ, മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതേപോലെയായിരുന്നു ശ്രീ കെ നായനാരും ഭാര്യയും. അയ്യോ, ശാരദ ടീച്ചറിനോടൊക്കെ പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകൾ എനിക്കുണ്ട്. വയ്യാതിരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനതും പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും. ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ പറയല്ലേ, പനിയാ, ഒരു ചുവന്ന തുണിയും കൂടെ കരുതി. അപ്പോൾ എനിക്ക് അന്ന് ഈ ചുവന്ന തുണി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ, കരുതിക്കോണമെന്നൊക്കെ. അപ്പോൾ ടീച്ചറോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് കല്യാണത്തിന് വിളിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, എന്തത് എന്നൊക്കെ ചോദിക്കും. എന്താ ടീച്ചറെ മനസ്സിലായില്ലേ വലിയേക്ക്? ചുവന്ന തുണി എന്ന് പറഞ്ഞാൽ സാധാരണ കിടക്കുമ്പോൾ ആദ്യം പുതപ്പിക്കുന്ന ചുവന്ന ഒരു തുണി വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ. ഞാൻ അയ്യോ എന്നോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പനിയൊക്കെ ഉണ്ടൊക്കെ നേരെ ആവുകയാണെങ്കിൽ ഞാൻ വരും, നമ്മുടെ സൂവിൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ ഒരു പെരുമാറ്റം ആലോചിക്കുമ്പോണ്ടല്ലോ, ഒരു സിനിമ എടുക്കാനുള്ള കഥയുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം.
ഈ അഭിപ്രായം പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും അഭിപ്രായം ഉണ്ട്? ഇല്ല. അതാണ് എൻ്റെ ഒരു ഇത്. അയ്യോ, എൻ്റെ എമ്പുരാൻ്റെ ഒരു ഇഷ്യൂ വന്ന പോലും എല്ലാവരും സത്യത്തിൽ ചേച്ചി മാത്രമാണ്. മക്കളുടെ ഫ്യൂച്ചറിനെ ആരും മിണ്ടാതെ ഇപ്പോൾ ചേച്ചിക്ക് എങ്ങനെ തോന്നി, ചേച്ചി ഇപ്പോൾ തോന്നുന്നുണ്ടോ ചേച്ചിക്ക് പറഞ്ഞു? അയ്യോ, ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാതുകൊണ്ട് എനിക്ക് എന്നേ തോന്നുന്നുള്ളൂ. കാരണം പറയേണ്ടവർ മിണ്ടാതിരിക്കുകയും ഒരു അർഹതയില്ലാത്ത ഒരുത്തം കിടന്നങ്ങ് ഇപ്പോൾ കണ്ടല്ലോ, രാജ്യം രക്ഷിച്ച് ജനങ്ങളെങ്ങനെ രക്ഷകനെ കണ്ടു എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഇലക്ഷന്. അഭിപ്രായം പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നുള്ളൊരു തോന്നൽ കൊണ്ട് കൂടി ആയിരിക്കണം പലരും അഭിപ്രായം പറയാൻ മെനക്കെടാറ്. പക്ഷെ മല്ലികാമ്മയ്ക്ക് അങ്ങനെ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അത് എന്താ അറിയാം, ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ പ്രായം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തോ. പക്ഷേ ഇപ്പോൾ പലർക്കും ഉള്ള പേടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ ഒരു ജനറൽ ബോഡി വന്നു ഞങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആ സബ്ജക്റ്റ് എടുത്തിടാനൊക്കത്തില്ല. അവൻ എന്താ അത് ഇന്നാര് പറഞ്ഞു ഇന്നത്തെ ദിവസം ആ വിഷയം കൊണ്ടുവരരുത്. ഞാൻ ഇന്നും ചോദിച്ചിട്ടില്ല സത്യമാണെന്ന്. എനിക്ക് ഈ പറഞ്ഞ ആളിനെ നടനെയൊക്കെ എനിക്കറിയാം. എന്തേ കാര്യം, എന്തോ ഇന്നത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ എത്ര വേഗം ഇറങ്ങി പോരും, എനിക്ക് ഒരുപാട് സമയം ഇരിക്കാനും ഒക്കത്തില്ല. അല്ല, ഞാൻ ചോദിച്ചതാണ്, ഞാൻ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു അതിപ്പോൾ പിടിച്ച് എല്ലാവരെയും കൂടെ മൂക്കി കയറ്റുമെന്നൊക്കെ പറയുന്നത് കേട്ടോണ്ട് ചോദിച്ചതാണ്. അല്ല, ഇന്ന് സംസാരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അതിനെ ചൊല്ലി കുറേ വിവാദങ്ങൾ, ഓരോരുത്തരും അഭിപ്രായം പറയുന്നു. അതെ, വന്നു ശബ്ദം റെക്കോർഡ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അത് ചോദിച്ചപ്പോൾ ഇപ്പോൾ സെക്രട്ടറി പറയുന്നു കണ്ടില്ല, ലളിത ചേച്ചിയുടെ കൊടുത്തത്. ലളിത ചേച്ചിയുടെ ഒന്നും കൊടുത്തിട്ടില്ല എന്നത് പരമമായ സത്യം. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ, അതൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ. ഇവരുടെ അപ്പുറത്ത് വേറൊരു വിഭാഗം ആൾക്കാർ ചിലപ്പോൾ ഗതികേട് കൊണ്ട് സത്യം പറയും ചിലപ്പോൾ. അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അടിയും പിടിയും വഴക്കും. ഇപ്പം ഇന്നെനിക്ക് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് സ്വദേശത്തും വിദേശത്തും വിതരണം ചെയ്യാനുള്ളൊരു സെറ്റപ്പുള്ള ഒരു അമ്മ സംഘടനയിൽ അന്ന് അത് ഷൂട്ട് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല എന്ന് പറയുന്നത് സത്യമാണോ എന്ന് എന്നെപ്പോലെ ഒരാൾക്ക് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ചെയ്തല്ലോ. ശ്വേതാമേനോനെ പോലെ മിടുക്കിയായിട്ടുള്ള അഭ്യസ്ത വിദ്യയായ ഒരു പ്രസിഡൻ്റ് അവിടെ ഇരുന്നപ്പം ഇവർക്ക് സാധിക്കുമെങ്കിൽ കുറേ പെണ്ണുങ്ങളെ വിളിച്ച് പറ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു, ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് സത്യമായിരിക്കും. ആ CD ഉണ്ട്, അതൊരു സത്യമാണ്. അത് ബാബുവിൻ്റെ കയ്യിലാണോ കുക്കുവിൻ്റെ കയ്യിലാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല, എനിക്കോട്ട് അറിയാൻ വേണ്ട.